നമുക്ക് ഒരു ദൈവമുണ്ട്, അതുപോലെ നമുക്കൊരു ശത്രുവുണ്ട്. നമുക്ക് പല ദൈവമില്ല, നമുക്കൊരു ദൈവം മാത്രമേ ഉള്ളത്. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 17-27 വേദപുസ്തകം പറയുന്നു, സർവശക്തനായ ദൈവം. 138-ാം സങ്കീർത്തനം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ അതെ ഞാൻ കിടക്ക വിരിച്ചാൽ നീ എന്നെ കാണുന്നു, ഭൂമിയുടെ അറ്റത്തോളം ഞാൻ ചെന്ന് പാർത്താൽ നിന്റെ കരം എന്നെ നടത്തുന്നു. അർത്ഥം സർവവ്യാപിയായ ദൈവം. 1 യോഹന്നാൻ 3:20 പറയുന്നു, സർവജ്ഞാനിയായ ദൈവം. സോ 3 വാക്യങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായിരിക്കുന്ന ദൈവം. ആ ദൈവം ലോക്കൽ അല്ല, ദൈവം യൂണിവേഴ്സൽ അത്രേ. കാരണം യെശയ്യാ പ്രവചനം 66:1-2, മത്തായി സുവിശേഷം 5:35, അപ്പോസ്തല പ്രവൃത്തി 7:49 ദൈവം തൻ്റെ ആകാരത്തെക്കുറിച്ച്, തൻ്റെ സൈസിനെ കുറിച്ച് പറഞ്ഞു. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. സ്തോത്രം. നമ്മുടെ ദൈവം ലോക്കൽ അല്ല, നമ്മുടെ ദൈവം ചെറിയവനല്ല, നമ്മുടെ ദൈവം അശക്തനല്ല, നമ്മുടെ ദൈവം സമുദ്രങ്ങൾക്ക് അതിരിട്ടവനാണ്, നമ്മുടെ ദൈവം സ്തോത്രം കാലങ്ങളെ നിയമിച്ചവനാണ്. അതെ, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യെ മടക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുമ്പോൾ ദൈവത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ശത്രു വിറയ്ക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുന്നു. ദൈവം തൻ്റെ കരം നീട്ടുമ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ അവൻ കടലിൽ ഹൈവേ ഒരുക്കി. ദൈവത്തിൻ്റെ വായിലെ ശ്വാസത്താൽ ഏത് ക്രിസ്തുവിനെ അവൻ തകർക്കുന്നു. അതേ, ദൈവം അവൻ ദൈവമാണ്. മാറുന്നത് മനുഷ്യനായിരിക്കാം, പക്ഷേ ദൈവം ഒരിക്കലും മാറുന്നതേ ഇല്ല. വേദപുസ്തകം പറയുന്നു, ഞാൻ അനന്യൻ എന്ന് ദൈവം യെശയ്യാവിലൂടെ അരുളി ചെയ്യുകയാണ്. സ്തോത്ര. ഗവൺമെൻറ്റുകൾ മാറും, ഇസങ്ങളും സിസങ്ങളും മാറും, മനുഷ്യൻ മാറും. എന്നാൽ കർത്താവ് പറഞ്ഞു, യെശയ്യാ 54:10 വായിക്കുമ്പോൾ, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ധൈര്യമായിരിക്കുക. കൈവിടാത്തവനായ ദൈവം, മാറാത്തവനായ ദൈവം, മറക്കാത്തവനായ ദൈവം, കാലപ്പഴക്കം വരാത്ത ദൈവം, പെൻഷൻ പറ്റാത്ത ദൈവം, വയസ്സാകാത്ത ദൈവം, തുരുമ്പ് പിടിക്കാത്തവനായ ദൈവം, അവൻ നിങ്ങൾക്കായി ജീവിക്കുന്നു. മനുഷ്യൻ മാറും, ലോകം മാറും, ദൈവം മാറുന്നില്ല. കരങ്ങളെ അടിച്ചാരെങ്കിലും നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സോ ഒരു ദൈവം നമുക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ശത്രുവുമുണ്ട്. വേദപുസ്തകം പറയുന്നു, ആ ശത്രു സ്തോത്രം ഒരിക്കലും നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതേയില്ല. ആ ശത്രുവാണ് സാത്താൻ. എഫെസ്യ ലേഖനം 6:12 പറയുന്നു, ആ ശത്രുവിനെ കുറിച്ച് നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യരോടല്ല, പകരം സ്തോത്രം വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോട്, സ്വലോകങ്ങളെ ദുഷ്ടാത്മാ സൈന്യത്തോട്. മഹാനായ ഡെറി പ്രിൻസ് എന്ന ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറഞ്ഞു, ഓഫ് ദ പീപ്പിൾ ദ പേഴ്സൺ വിത്തൗട്ട് എ ഹ്യൂമൻ ബോഡി, ദ പേഴ്സൺ വിത്തൗട്ട് എ ബോഡി, ശരീരം ഇല്ലാത്തതായ ഒരു വ്യക്തി, അവനാണ് സ്തോത്രം സാത്താനും അവൻ്റെ ദൂതന്മാരും. ശരീരത്തിലല്ല അവൻ വസിക്കുന്നത്. ദ പേഴ്സൺസ് വിത്തൗട്ട് ബോഡി, സ്തോത്രം, അവർ നിരന്തരം നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശത്രുവിനോട് പൊരുതുന്നില്ലെങ്കിലും ശത്രു നിങ്ങൾക്കെതിരെ പൊരുതുന്നു. നിങ്ങൾ ശത്രുവിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്കെതിരെ അവൻ സ്തോത്രം പൊരുതിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ശത്രു വലിയവൻ എന്നല്ല ഞാൻ പറയുന്നത്, യേശു വലിയവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ നല്ല സ്തോത്രം ഞായറാഴ്ച, അതെ, ഞാൻ പോരാട്ടമല്ല ഫീൽ ചെയ്യുന്നത്, ശത്രുവിനെയല്ല ഫീൽ ചെയ്യുന്നത്, പകരം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അത്രേ ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ദൈവം വലിയവനാണ്. യെശയ്യാ പ്രവചനം 14:10 വായിക്കുമ്പോൾ, സാത്താൻ അവൻ ഉണങ്ങിയ ഒരു വിറക് കമ്പാണ്. അവൻ ഉണങ്ങിയ വിറകുമാണ്. എങ്ങനെയാണ് അവൻ ഉണങ്ങിയത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലിരുന്ന് അവൻ നിഗളിച്ചു. എസെക്കിയേൽ പ്രവചനം 28:2 മുതൽ നിങ്ങൾക്കത് വായിപ്പാൻ കഴിയും. സ്തോത്രം. 1 യോഹന്നാൻ 3-ലും പൗലൂസ് പറയുന്നു, സാത്താൻ നിഗളിച്ചു. സാത്താൻ നിഗളിച്ചപ്പോൾ സ്വർഗം എന്ന വലിയ വൃക്ഷത്തിൽ നിന്ന് ദൈവം അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. അവൻ ഉണങ്ങിയ വിറക് കമ്പായി പോയി. 5 പ്രാവശ്യം ആ കെരൂബ്, ഈ ലൂസിഫർ 5 പ്രാവശ്യം അവൻ പറഞ്ഞു, ഞാൻ എൻ്റെത്, ഞാൻ എൻ്റെത്, ഞാൻ എൻ്റെത്. എക്സ്ക്യൂസ് മീ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ശുശ്രൂഷ, എൻ്റെ കുടുംബം, ഞാൻ തീർന്നു. 5 പ്രാവശ്യം കെരൂബ് പറഞ്ഞപ്പോൾ അവൻ ഭൂതമായി. 5 പ്രാവശ്യം ഞാൻ എൻ്റെതെന്ന് പറഞ്ഞപ്പോൾ അതെ ലൂസിഫർ ഭൂതമായി. അർത്ഥം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. എന്നാൽ യേശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തപ്പെടും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്തോത്രം അതേ താഴ്മയുള്ളവർ ദൈവത്തിൻ്റെ ജനമാകട്ടെ.
നിഗളം അത് ലൂസിഫറിൻ്റെ ചിഹ്നമാകുമ്പോൾ താഴ്മ അത് യേശുവിൻ്റെ ചിഹ്നമാകുന്നു. ഈ ഇലക്ഷൻ കാലയളവിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിഗളം വീണുപോയ സാത്താൻ്റെ ചിഹ്നമാകുമ്പോൾ അവരെക്കാൾ ഇല്ലാത്തത് എനിക്കുണ്ട്, അവരെക്കാൾ അവർ ഉപവസിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നു, അവർ പറയാത്ത അന്യഭാഷ ഞാൻ പറയുന്നു, അവർക്കില്ലാത്ത വചനം എനിക്കുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. സ്തോത്രം. നിഗളം സാത്താൻ്റെ വകയായിരിക്കുമ്പോൾ താഴ്മ യേശു കർത്താവിൻ്റെ വകയായിരിക്കുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം കർത്താവ് സ്തോത്രം തന്നെത്താൻ താഴ്ത്തി കടന്നു വന്നെങ്കിൽ താഴ്മ അഭിനയിക്കുകയല്ല, താഴ്മ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. വേദപുസ്തകം പറയുന്നു നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രു ചെയ്യുന്ന ധാരാളം പ്രവൃത്തികളുണ്ട്. ഊടാടി നടക്കുന്നവനാണ് സാത്താൻ. സ്തോത്രം. ഒരു സ്ഥലത്ത് സ്ഥിരവാസിയാകാതെ ഊടാടി നടക്കുന്നവനാണ് സാത്താൻ. സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്നു. സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്നു. അവൻ രോഗങ്ങളെ ഇട്ട് പൊരുതുന്നു. അവൻ നാച്ചുറൽ കലാമിറ്റി, യോബിൻ്റെ കാലത്തെ കൊടുങ്കാറ്റ് ഓർത്താൽ മതി. മരുഭൂമിയിൽ നിന്ന് സ്തോത്രം പ്രകൃതിക്ഷോഭങ്ങൾ കൊടുങ്കാറ്റിനെ അവൻ ഉളവാക്കുന്നു. സ്തോത്രം. അതെ, മനുഷ്യരെ അവൻ ദണ്ഡിപ്പിക്കുന്നു. ദൈവമക്കൾക്ക് എതിരെ അവൻ അപവാദം പറയുന്നു. എന്നാൽ സാത്താൻ ചെയ്യുന്ന ഒരുപാട് കാര്യാദികൾ, ധാരാളം കാര്യങ്ങൾ, സാത്താൻ്റെ പ്രവർത്തികൾ എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ധാരാളം സാത്താൻ്റെ പ്രവർത്തികൾ അത് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുമെങ്കിലും പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ യേശു ഒരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ലൈനിൽ ഒരൊറ്റ വാക്യത്തിൽ സാത്താൻ്റെ പ്രവർത്തികളെ ഇങ്ങനെ പറഞ്ഞു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ശബ്ദമുയർത്തിയ വാക്യം കാണാതെ പറഞ്ഞാട്ടെ ഒരിക്കൽ കൂടെ: മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ അല്ലാതെ കള്ളൻ വരുന്നില്ല. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു: സ്തോത്രം, മോഷ്ടിപ്പാൻ, 2 അറുപ്പാൻ, 3 മുടിപ്പാൻ അല്ലാതെ കള്ളൻ വരുന്നതേ ഇല്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സാത്താൻ്റെ പ്രവൃത്തിയാണ്. അവൻ മോഷ്ടിപ്പാൻ വരുന്നു, അവൻ അണപ്പാൻ വരുന്നു, അവൻ മുടിപ്പാൻ വരുന്നു. ഭൂമിയിൽ സാത്താൻ ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ട്. എന്നാൽ സെയിം ടൈം ഇന്ന് രാത്രി മേജലി ഇന്ന് പകൽക്കാലം മേജലി നമുക്ക് കേൾപ്പാൻ കഴിയുന്നത് ഭൂമിയിൽ ശത്രുവിൻ്റെ അതേ പ്രവൃത്തികളല്ല, പകരം സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ അപവാദം പറയുന്നവനാണ് സാത്താൻ. കർത്താവിൻ്റെ മുൻപിൽ അപവാദം പറഞ്ഞ് നടക്കുന്നവനാണ് സാത്താൻ. ആക്ച്വൽ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത് ബാങ്കിലോ വീട്ടിലോ നാട്ടിലോ അല്ല. ആക്ച്വൽ വിടുതൽ നടക്കുന്നത് സ്പിരിറ്റ് തലത്തിൽ ആത്മമണ്ഡലത്തിലാണ്. ആത്മമണ്ഡലത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ ഭൗമമണ്ഡലത്തിൽ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ: ആത്മമണ്ഡലത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ ഭൗമമണ്ഡലത്തിൽ ജയിപ്പാൻ കഴിയത്തുള്ളൂ. ആത്മമണ്ഡലത്തിൽ പണം കൊണ്ടും പ്രതാപം കൊണ്ടും റെക്കമെൻഡേഷൻ കൊണ്ടും ജയിപ്പാൻ കഴിയത്തില്ല. നിൻ്റെ പ്രാർത്ഥനയാണ് ആത്മമണ്ഡലത്തിൽ ജയം കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ദാനിയേൽ 10 വായിക്കുമ്പോൾ 21 ദിവസം ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. ദാറ്റ് മീൻസ് ഏറ്റവും മികച്ച മനുഷ്യനായിരുന്നു. ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞാൽ ദൈവം നോക്കിയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ആ ദശലക്ഷക്കണക്കിന് സ്ത്രീകളെക്കാൾ പുരുഷന്മാരെക്കാൾ എക്സലൻ്റ് ആയിരുന്നു ദാനിയേൽ. കമാൺ, ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. മറ്റുള്ളതായ ലക്ഷക്കണക്കിന് ആൾക്കാരെക്കാൾ ഏറ്റവും പീക്ക് ഓഫ് എക്സലൻസ് എന്ന് ആരാണ്ട് പണ്ട് പറഞ്ഞതുപോലെ സ്തോത്രം ഏറ്റവും ഉത്കൃഷ്ട മാനസൻ, ഏറ്റവും മികച്ചവൻ. ശബ്ദമുയർത്തി പറഞ്ഞ് ഏറ്റവും മികച്ചവൻ. ഒരിക്കൽ കൂടെ: ഏറ്റവും മികച്ചവനായിരുന്നു ദാനിയേൽ ഏറ്റവും മികച്ചവനെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പഴയ എംപിയോ പുതിയ സ്തോത്രം അത് MLAയോ വരാൻ പോകുന്ന മന്ത്രിയോ അല്ല പറഞ്ഞത്. പകരം സർവശക്തനായ ദൈവം, ഹൃദയങ്ങളെ ഉറ്റുനോക്കുന്ന ദൈവം, അഗ്നി ജ്വാലക്കൊത്ത കണ്ണോടുകൂടിവനായ ദൈവം, പരസ്യം മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ അറകളെയും ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന രഹസ്യങ്ങളെ കാണുന്ന ദൈവം ദാനിയേലിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു: he is not an ordinary man, he is എക്സ്ട്രീം എക്സലന്റ്. സ്തോത്രം. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അവൻ ഏറ്റവും മികച്ചവനായിരുന്നു. അവൻ 1-ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, മറുപടിയില്ല. ഒരാഴ്ച പ്രാർത്ഥിച്ചു, മറുപടിയില്ല. 2 ആഴ്ചയായി. 3-ാമത്തെ ആഴ്ചയായപ്പോൾ 21 ദിവസം സ്തോത്രം അതേ ആത്മമണ്ഡലത്തെ ഭേദിച്ചിട്ട് സാക്ഷാൽ സ്തോത്രം മിഖായേൽ ദൂതൻ വഴിയൊരുക്കുന്ന നിമിത്തം മറുപടിയുമായി
മറുപടിയുമായി, പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ ഇറങ്ങി നിന്നു. ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ മനസ്സിലാക്കണമേ, 21 ദിവസം സ്പിരിറ്റ് റിലത്തിൽ, ആത്മമണ്ഡലത്തിൽ യുദ്ധം നടക്കുകയായിരുന്നു. അർത്ഥം സ്തോത്രം, ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ജയിക്കുമ്പോഴാണ് ഭൗമമണ്ഡലത്തിൽ നിങ്ങൾക്ക് ജയമുണ്ടാകുന്നത്. ഒരിക്കൽ കൂടെ, ആത്മമണ്ഡലത്തിൽ വിടുതൽ നടക്കുമ്പോഴാണ് ഭൗമമണ്ഡലത്തിൽ വിടുതൽ നടക്കുന്നത്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്, കാണുന്ന മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ദൂതന്മാർ വിന്യസിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ദൂതന്മാർ അതേ ചലിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ, ആത്മമണ്ഡലം ചലിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. കാരണം ആത്മമണ്ഡലം ഈ കാണുന്ന മണ്ഡലത്തെക്കാൾ, ഭൗമമണ്ഡലത്തെക്കാൾ സ്തോത്രം ഒത്തിരി വിസിബിളാണ്, ഒത്തിരി യാഥാർത്ഥ്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 4:18 പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കമോൺ, ഒരിക്കൽ കൂടെ, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇൻവിസിബിൾ റിലം അത് സ്റ്റേബിളാണ്. ഇൻവിസിബിൾ റിലം അത് സ്തോത്രം യാഥാർത്ഥ്യമാണ്. കൊലോസ് ലേഖനം 1:16, എബ്രായർ 11 പറയുന്നു, ദൃശ്യമായത് മാത്രമല്ല അദൃശ്യമായതും ദൈവം സൃഷ്ടിച്ചു. ദൃശ്യമണ്ഡലം മാത്രമല്ല ദൈവം സൃഷ്ടിച്ചത്. കൊലോസ്യർ 1:14 അദൃശ്യമണ്ഡലം സൃഷ്ടിച്ചു. മനസ്സിലാക്കണം, അദൃശ്യമണ്ഡലത്ത് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്, സ്തോത്രം, ദൂതന്മാരുമുണ്ട്, ദുർഭൂതങ്ങളുമുണ്ട്. സ്തോത്രം, ദൂതന്മാരുണ്ട്, ദുർഭൂതങ്ങളുമുണ്ട്. സ്തോത്രം. സോ ആത്മമണ്ഡലത്തിൽ എത്രത്തോളമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ജയമെടുക്കുന്നത്, അതുപോലെ അതനുസരിച്ചാണ് ഭൗമമണ്ഡലത്തിൽ ജയമെടുക്കുന്നത്. സോ ഞാൻ പറയാൻ വേണ്ടി വന്നത്, അപവാദിയായ സാത്താൻ സഹോദരന്മാർക്ക് നേരെ രാപകൽ കുറ്റം ചുമത്തുന്നു എന്ന്. നിങ്ങൾ വെറുതെ ഇരുന്നാലും, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലും, നിങ്ങൾ പാടിയില്ലെങ്കിലും, നിങ്ങളെക്കുറിച്ച് സ്തോത്രം, നിങ്ങളെക്കുറിച്ച് ഒരുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും നന്മ സംസാരിക്കത്തില്ല. അവൻ വാ തുറന്നാൽ നിങ്ങൾക്കെതിരെ തിന്മയെ പറയത്തുള്ളൂ. നിങ്ങൾക്കത്, വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്കെതിരെ ഒരുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ലെറ്റ് മീ റിപ്പീറ്റ്, അവൻ ഒരിക്കലും നന്മ സംസാരിക്കുന്നില്ല, അവൻ നിങ്ങൾക്കെതിരെ തിന്മയാണ് സംസാരിക്കുന്നത്. സ്തോത്രം. എപ്പോൾ നിങ്ങളോട് ഫോണിലാകട്ടെ നേരിട്ടാകട്ടെ മറ്റുള്ളവരുടെ തിന്മ മറ്റുള്ളവർക്കെതിരെ തിന്മ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവൻ മേലത്തെ ഏജൻ്റ് അല്ല, അവൻ താഴത്തെ ഏജൻ്റാണ്. ഹലോ, എന്താ തുറച്ചു നോക്കുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ സ്തോത്രം. അതെ, എപ്പോഴാണ് മറ്റുള്ളവർക്കെതിരെ, മറ്റുള്ളവരെ എതിർത്ത്, മറ്റുള്ളവരെ കുറ്റമായി ഒരുവൻ സ്തോത്രം തിന്മ സംസാരിക്കുന്നത്, മനസ്സിലാക്കണം, അവൻ സഹോദരന്മാർക്ക് നേരെ അപവാദം പറയുന്നവനാണ്. എന്നാൽ ആത്മമണ്ഡലത്തിലാണ് വിടുതലെന്ന് ഞാൻ പറഞ്ഞു. ആത്മമണ്ഡലത്തിലാണ് ജയം വെളിപ്പെടേണ്ടത് ഞാൻ പറഞ്ഞു. എന്നാൽ ആത്മമണ്ഡലത്തിൽ തിന്മയായി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആ ശത്രുവിനെ നാളെയല്ല, ഇന്ന് പകൽ കർത്താവ് സൈലന്റ് ആക്കാൻ പോകും. കാരണം വേദപുസ്തകം പ്രശ്നം മാത്രം പറയുന്ന പുസ്തകമല്ല. വേദപുസ്തകം സ്തോത്രം പരിഹാരത്തിൻ്റെ പുസ്തകമാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ദൂത് ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. അത് അയച്ച കാര്യം ഈ ഹോളിനകത്ത് മാത്രമല്ല, ഭൗമമണ്ഡലത്തിൽ മാത്രമല്ല, സ്വർഗമണ്ഡലത്തിൽ പല വിടുതലുകൾ ദൈവകൃപയാൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. In Jesus' name. Hallelujah. നാളെ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത ദിവസങ്ങളിൽ ചിലരെ കാണുമ്പോൾ പണ്ട് സംസാരിച്ചതായ ആ വിരൽ ചൂണ്ടലും ആ ക്രോസ് ശബ്ദങ്ങളും ആ പൊട്ടിത്തെറികളും ഉണ്ടായിരിക്കത്തില്ല. ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പകൽക്കാലം അവൻ്റെ മെയിൻ ഫ്യൂസിനെ ദൈവം ഊരുകയാണ്. Hallelujah. സ്തോത്രം. കാരണം അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഉദാഹരണമായി ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഊസ് ദേശത്ത് 4 ക്വാളിറ്റി ഉണ്ടായിരുന്നതായ ഇയ്യോബിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നു. ഊസ് ദേശത്ത് നിഷ്കളങ്കരും നേരുള്ളവനും യഹോഭക്തനും ദോഷം വിട്ടകലുന്നതുമായ ഒരു ഇയ്യോബ് ഉണ്ടായിരുന്നു. ഭൗമമണ്ഡലത്തിൽ സ്തോത്രം ഇയ്യോബിനെ ഊസ് ദേശത്തിലുള്ള ഇയ്യോബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനെ 4 തൂണുകൾ പോലെ അവൻ്റെ 4 ക്വാളിറ്റികൾ പറയുന്നു. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്,
യഹോ ഭക്തനാണ്. അങ്ങനെ ഒരു ഡ്രോണിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത്, സ്തോത്രം, ക്യാമറ സൂം ചെയ്ത് ഊസ് ദേശത്തെ ഇയ്യോബിന്റെ വീടിനെ കാണിച്ചു. പെട്ടെന്ന് ആ ക്യാമറ മേലെ സ്വർഗത്തിലേക്ക്, അങ്ങ് മേലേക്ക് അത് ഫോക്കസ് ചെയ്ത് പറയുന്നു, സ്തോത്രം, ഇതാ സാത്താൻ വന്ന് ഇയ്യോബിനെതിരെ സംസാരിക്കുകയാണ്. മനസ്സിലാക്കുക, ഭൗമമണ്ഡലത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ട് ആത്മമണ്ഡലത്തിൽ ഇതാ അവനെതിരെ അപവാദി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ശരിയല്ല, അവൻ്റെ മക്കൾ ശരിയല്ല, അവൻ്റെ വീട് ശരിയല്ല, അവൻ്റെ ജീവിതം ശരിയല്ല, നീ എനിക്ക് പെർമിഷൻ താ, ഞാൻ അവനെ പൊളിക്കട്ടെ, ഞാൻ അവനെ ഉടക്കട്ടെ, ഞാൻ അവനെ തകർക്കട്ടെ, ഞാൻ അവനെ, സ്തോത്രം, അതെ, ഞാൻ അവനെ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇയ്യോബിന് ദൈവത്തിൽ മാത്രമല്ല വിശ്വാസം, ദൈവത്തിന് ഇയ്യോബിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ഹലോ, ദൈവത്തിൽ ഇയ്യോബിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ഇനി അവൻ്റെ തലയിൽ ആറ്റം ബോംബ് വീണെന്ന് പറഞ്ഞാലും ഇയ്യോബ് ചർച്ചിൽ കാണും, ഇയ്യോബ് എന്നെ ആരാധിക്കും, ഇയ്യോബ് വിശ്വാസത്തിൽ കാണും. ഓ ഹല്ലേലൂയ! എല്ലാ തൊട്ടവാടികൾ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ! ഇപ്പോൾ ഹല്ലേലൂയ പറഞ്ഞത് 4 തൊട്ടവാടികളാകുന്നു. പക്ഷെ ഇയ്യോബ് തൊട്ടവാടിയല്ല. ഇയ്യോബിന് എന്തോ സംഭവിച്ചാലും അവൻ്റെ സ്തുതിയെ നിർത്താൻ കഴിയത്തില്ല. ഇയ്യോബിന് എന്തോ വന്നാലും അവൻ്റെ ആരാധനയെ തടയുവാൻ കഴിയത്തില്ല. ഇയ്യോബിന് എന്തോ വന്നാലും അവൻ്റെ വിശ്വാസ മണ്ഡലത്തിൽ തന്നെ കാണും. ഹല്ലേലൂയ! സ്തോത്രം. ചിലരെ ഞാൻ ഇന്ന് പകൽക്കാലം കാണുന്നു, അവർ പറയുന്നു, എൻ്റെ ലൈഫിൽ എന്തോ സംഭവിച്ചാൽ, എത്ര തിരമാല പൊങ്ങിയാലും, എത്ര ഹൈ വാട്ടർ, എത്ര തിരമാലകൾ പൊങ്ങിയാലും, എത്ര ഫയറി ഫർണസുകൾ, എത്ര തീച്ചൂളകൾ വന്നാലും, എത്ര തീച്ചൂള വന്നാലും, എൻ്റെ എത്ര തിരമാല പൊങ്ങിയാലും, സാത്താനെ, എൻ്റെ സ്തുതിയെ നിനക്ക് തടയുവാൻ കഴിയത്തില്ല, എൻ്റെ ആരാധനയെ നിനക്ക് മോഷ്ടിപ്പാൻ കഴിയത്തില്ല, എൻ്റെ ഭക്തിയെ നിനക്ക് കൊള്ളയടിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ! അത്തിവൃക്ഷം തളിർക്കയില്ലായിരിക്കാം, മുന്തിരിവള്ളിയിൽ അനുഭവമില്ലായിരിക്കാം, ഒലിവൃക്ഷങ്ങളുടെ ഫലം നിഷ്ഫലമായി പോകും, ഗോശാലയിൽ കന്നുകാലികളിലായിരിക്കും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, പക്ഷെ എല്ലാം ചിതറിക്കിടന്നാലും, എല്ലാം തിന്മയായാലും, എങ്കിലും ഞാൻ യഹോവേ, എങ്കിലും യേശുവിനെ, എങ്കിലും കർത്താവിനെ ഞാൻ ആരാധിക്കും. അത്ര കോൺഫിഡൻസ് ദൈവത്തിന് യോബിന് മേലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, ക്യാൻ ഗോഡ് ട്രസ്റ്റ് യു? ദൈവത്തിനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പകല് തൊട്ടവാടികളല്ല, തിരുവനന്തപുരം പട്ടണത്തിൽ അഭിഷേകത്തിൻ്റെ തൂണുകളായി നിൽക്കട്ടെ. ഹല്ലേലൂയ! എന്ത് വന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്ത് വന്നാലും ഞാൻ അങ്ങയുടെ സന്നിധി വിട്ട് ഓടത്തില്ല. എന്ത് വന്നാലും, സ്തോത്രം. ആത്മമണ്ഡലത്തിൽ അവന് നേരെ അക്യൂസേഷൻ ഉയരുകയാണ്. ആത്മമണ്ഡലത്തിൽ യോബിന് നേരെ, സ്തോത്രം, ശത്രുവിധ പൊരുതുകയാണ്. അതെ, അവൻ അക്യൂസ് ചെയ്യുകയാണ്, അവൻ സഹോദരവർഗത്തിനെതിരെ സംസാരിക്കുകയാണ്. 2-3 സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. യോബ് 1-2 മാത്രമല്ല, സെഖര്യാ പ്രവചനം 3-ാം അധ്യായം. അവിടെ ഇതാ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കോർട്ട് റൂമിൽ, സ്തോത്രം, ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ പേരാണ് യോശുവ. ഒരിക്കലും ചിന്തിക്കരുത് മോശയുടെ കാലത്തുണ്ടായിരുന്നതായ യോശുവയല്ല ഈ യോശുവ. സ്തോത്രം. ആ യോശുവ അവൻ കമാൻഡറായിരുന്നു, ഇവൻ പുരോഹിതനാണ്. പുരോഹിതനാകുന്ന യോശുവയെ നോക്കി സാത്താൻ കുറ്റം പറയുന്നു. അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. അവൻ്റെ പ്രസംഗമല്ല പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ സാക്രിഫൈസ്, അവൻ്റെ യാഗം പെർഫെക്റ്റ് ആയിരിക്കാം, അവൻ്റെ സ്തോത്രം പെർഫെക്റ്റ് ആയിരിക്കാം, അവൻ ജനത്തെ അനുഗ്രഹിച്ച അനുഗ്രഹം പെർഫെക്റ്റ് ആയിരിക്കാം, അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷേ നന്മ ഒന്നും സാത്താൻ കാണത്തില്ല. 999 നന്മ നീ ചെയ്യുന്നത് സാത്താൻ കാണത്തില്ല. നന്മ കാണാൻ സാത്താന് കണ്ണില്ല. കാരണം അവൻ്റെ തല പണ്ടേ തകർന്നതാണ്. ഓ, നന്മ കാണാൻ സാത്താന് കണ്ണില്ല. അതുകൊണ്ട് സ്തോത്രം, ഒരു തിന്മ അതാണ് സാത്താന് സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വാനാറ്റമുള്ള തിന്മ പറയുന്ന സാത്താനെ, നിന്റെ ഡിപ്പാർട്ട്മെൻറ്റ്, നിന്റെ ബോസ്, നിങ്ങളെ ഫോർവേഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ നന്മ കാണാൻ, സ്തോത്രം, പലർക്കും കാണില്ല. നിന്റെ ചെറിയ ഒരു തിന്മ മാത്രമാണ് കാണുന്നത്.
യോശുവയെ കൊണ്ടുവന്നവൻ്റെ വസ്ത്രം പഴകിയതായി നിൽക്കുമ്പോൾ അവൻ്റെ അവൻ്റെ വസ്ത്രം മുഷിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ യുദ്ധം നിൻ്റെതല്ല, ശത്രുവിൻ്റെ വായടയ്ക്കുന്നത് അപ്പച്ചൻ്റെ ഒരു ഹോബിയാ. ഒരിക്കൽ കൂടെ, ശത്രുവിൻ്റെ വാടയ്ക്കുന്നത് അപ്പച്ചൻ്റെ ഭയങ്കര ഹോബിയാ. അത് ഈ ദിവസങ്ങൾ വെളിപ്പെടുന്നു, ഈ മണിക്കൂറുകൾ അത് ആരംഭിക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? സാത്താനെ, എനിക്കും അങ്ങനെ തോന്നി കേട്ടോ, നീ പറഞ്ഞത് ശരിയേ, എനിക്കും അങ്ങനെ തോന്നി എന്ന് കർത്താവ് സാത്താനല്ല കമ്പനി കൊടുത്തത്. ഉടനെ കർത്താവ് പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റ്. God silence the enemy. നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ ദൈവം മിണ്ടാതാക്കുന്ന ഒരു സീസൺ. നിങ്ങൾക്കെതിരെ ഉയർന്നതായ ശബ്ദങ്ങളെ കർത്താവ് സ്വസ്ഥമാക്കുന്നതായ അതേ ദിവസങ്ങൾ. സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചു കേട്ടതുപോലെ പകയ്ക്കുന്നവൻ്റെ വായെ മിണ്ടാതാക്കേണ്ടതിന് വേണ്ടി നന്മയ്ക്കായി ഒരടയാളം. ഇതേണ്ട നന്മയുടെ അടയാളങ്ങൾ. പകയ്ക്കുന്നവൻ്റെ വായെ മിണ്ടാതാക്കേണ്ടതിന് നിന്റെ ജീവിതം ഒരു നന്മയുടെ അടയാളമാണ്. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. നന്മയ്ക്കായി സ്തോത്രം, ഒരു അടയാളങ്ങൾ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതം ഒരു നന്മയുടെ അടയാളമാകാൻ പോകുന്നു. സ്തോത്രം. അതേ കോൺഗ്രസിൻ്റെ അടയാളം കൈപ്പത്തിയാണ്. അതേ താമര BJPയുടെ അടയാളമാണ്. അരിവാൾ നെൽക്കതിർ CPIയുടെ അടയാളമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം CPMൻ്റെ അടയാളമാണ്. ബാക്കി എനിക്കറിയത്തില്ല, സോറി. സ്തോത്രം. അതേ നോക്കണമേ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ അടയാളമുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ സ്വർഗത്തിൻ്റെ അടയാളമാണ്. അതൊരിക്കലും ചിതറിക്കിടക്കുന്ന പരാജയപ്പെട്ട അടയാളമല്ല, പക്ഷെ എല്ലാ സാഹചര്യത്തിലും എന്നും എപ്പോഴും എവിടെയും ജയിക്കുന്ന അടയാളങ്ങളാണ്. ഹല്ലേലൂയ. രണ്ടുപേരെ നോക്കി മുഖത്ത് നോക്കി പറഞ്ഞാണ്ട് ഞാൻ എന്നും ജയിച്ചു കൊണ്ടിരിക്കും. എന്നും ജയിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ആ ജയം വെളിപ്പെടുന്നത് കോടതിയിലല്ല, പോലീസ് സ്റ്റേഷനിലല്ല, സ്കൂളിലല്ല, കോളേജിലല്ല, നാട്ടിലല്ല, ഈവൻ പുൽപ്പിറ്റിൽ പോലുമല്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ചർച്ചിൽ പുൽപ്പിറ്റിൽ പോലുമല്ല നമുക്ക് ജയം വരുന്നത്. പകരം ആത്മമണ്ഡലത്തിലെ ജയമാണ്. ആത്മമണ്ഡലത്തിൽ ജയിക്കുന്നവൻ ഭൗമമണ്ഡലത്തിൽ ഒരിക്കലും തോൽക്കത്തില്ല. ആത്മാവിൽ ജയിക്കുന്നവൻ ഭൗമമണ്ഡലത്തിൽ ഒരിക്കലും തോൽക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മാവിൽ ജയിക്കുന്നവൻ, ആത്മമണ്ഡലത്തിൽ ജയിക്കുന്നവൻ ഒരിക്കലും ഭൗമമണ്ഡലത്തിൽ തോൽക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ പരാജയങ്ങളെ ഇന്ന് പകൽ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ പരാജയങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. സോ ഇന്ന് പകൽ എക്സജീസ് അല്ല, എക്സ്പ്ലനേറ്ററി അല്ല, സ്തോത്രം ആഴമായ എന്തോ ഒരു ദൂതമൊന്നുമല്ല, ഒരു സൺഡേ സ്കൂൾ അതേ മെസ്സേജ് ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്നെക്കാൾ നന്നായി ഒരു പക്ഷേ അവർക്ക് പറവാൻ തക്കണം കഴിയും. സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ 3. സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3. 3 അത് യൂണിറ്റിയുടെ സംഖ്യയാണ്. സോ ഈ വാക്യത്തിൽ ഇതിന് പ്രതിവിധിയായി 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. നമ്പർ 1, ഒന്നാമത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ, 2 വചനത്താൽ, 3 ജീവിതത്താൽ. 3 കാര്യങ്ങളാൽ ദൈവകൃപയാൽ നിങ്ങൾ ജീവിതത്തിൽ ജയിപ്പാൻ വേണ്ടി പോകുന്ന. ജീവിതം കരയാനുള്ളതല്ല, ജീവിതം തൊലയാനുള്ളതല്ല, ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല, ഒരിക്കലുമല്ല. പകരം ജീവിതം ജയിപ്പാനുള്ളതാണ്. ഒരേ ഒരു ജീവിതം യേശുവിന് കൊടുത്താട്ടെ. ഒരേ ഒരു ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ ലൈഫിൽ നിങ്ങൾ തോറ്റല്ല പോകുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ വിലാപഗീതങ്ങൾ പാടിയല്ല പോകുന്നത്. പകരം വിടുതലിൻ്റെ ഗീതം നിങ്ങൾ പാടുവാൻ വേണ്ടി പോകുന്നു. ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. അത് ആരംഭിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12:10 പറയുന്നു, ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാം, കുഞ്ഞാടിൻ്റെ രക്തത്താൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ജയിക്കുന്നത്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ. അൽപ്പോട് ഓളയും കൂട്ടി ശബ്ദം ഉയർത്തി. യെസ്, കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് നിങ്ങളുടെ ജയം ആരംഭിക്കുന്നത്. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി രക്തമൊഴുകി. നിങ്ങൾക്കറിയാം, ഡേ ഓഫ് അറ്റോണിമെന്റ് അല്ലെങ്കിൽ യോം കിപ്പോർ അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിനത്തിന് മഹാപുരോഹിതൻ 7 ചോരത്തളി ആചരിച്ചിട്ടാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത്. 7 സ്പ്രിംഗ്ലിംഗ്, 7 പ്രാവശ്യം ചോരത്തളി ആചരിച്ചിട്ടാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്.
2000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു 7 സ്ഥലങ്ങളിൽ രക്തം ചൊരിഞ്ഞതായി വേദപുസ്തകം പറയുന്നു. എൻ്റെ പ്രസംഗം അതല്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കണമേ. എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് ഇന്ന് പകൽ ശക്തിയുണ്ട്. ഇന്നലെ സ്തോത്രം, അതെ, ഇന്നലെ രാത്രി നാം എല്ലാം ഉറങ്ങുമ്പോൾ ഇന്ത്യൻ ടൈം ഏകദേശം പുലർക്കാല 2 മണിയാകുമ്പോൾ ഇറാൻ സ്തോത്രം ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര പേരാ വായിച്ചു? സ്തോത്രം, എത്ര പേർ ന്യൂസിൽ കണ്ടു? ഉപവാസമായതുകൊണ്ട് ബാക്കിയുള്ളവർ കണ്ടു കാണത്തില്ല. സ്തോത്രം, അതെ, ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമിച്ചിരിക്കുന്നു. സ്തോത്രം, കാരണം ഇറാൻ എത്രയോ വർഷമായി ഹിസ്ബുള്ള എന്ന തീവ്രവാദി സംഘടനയെ സ്തോത്രം അതെ ഊട്ടി ഉറപ്പിച്ച് വളർത്തി ഇസ്രായേലിന് നേരെ സ്തോത്രം ഇസ്രായേലിന് നേരെ ആക്രമണ ഉത്സാഹമായി അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും നാൾ അപ്രത്യക്ഷമായി ചെയ്തതായി ഇറാൻ പ്രത്യക്ഷമായി ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. മേ ബി 3ാം ലോക മഹായുദ്ധമായിരിക്കാം, അർമഗദോനിലേക്കായിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ മനസ്സിലാക്കണമേ, സ്തോത്രം, ദൈവം ഇസ്രായേലിനെ നോക്കി പറഞ്ഞു, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. ഇറാൻ മാത്രമല്ല, ലോകം രണ്ടാകുകയാണ്. ലോകത്തിലുള്ളതായ സകല ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാൻ്റെ പിന്നിൽ അണിനിരന്നിട്ട് അണുവായുധം ഉൾപ്പെടെയുള്ളതായ സകലതും സ്തോത്രം ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടേക്കാം. എന്നാൽ മനസ്സിലാക്കണമേ, സ്തോത്രം, ഇതൊന്നും ആക്സിഡൻ്റ് അല്ല. ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിൽ സ്തോത്രം എഴുതി വച്ചിരിക്കുന്നു. അവർ ഇസ്രായേലിനോട് പൊരുതും. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, അവർ നിന്നോട് പൊരുതും, എന്നാൽ ജയിക്കയില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഇറാന്റെ ഏജന്റുമാർ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, സോറി, ലേറ്റായി പോയി. കാരണം സ്തോത്രം, നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്കൊരിക്കലും ഇസ്രായേലിനെ ജയിപ്പാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവർ, ഇസ്രായേലിനെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഇസ്രായേൽ യേശു കർത്താവിനെ മെശിഹായെ നോക്കി നിലവിളിക്കും. അവസാന സമയത്ത് ഇതാ ഞങ്ങൾ ജയിച്ചു എന്ന് സ്തോത്രം ലോകരാജ്യങ്ങൾ മുഴുവൻ വിധിയെടുമ്പോൾ മഹാപ്രവാഹത്തോടെ മെശിഹ ഒലിമലയുടെ മുകളിൽ ഇറങ്ങി നിൽക്കുക. സ്തോത്രം, അയ്യോ, അതെന്ന് ടി വിയിൽ കാണാൻ കഴിയും. ഒരു മലയുടെ മുകളിൽ മഹാമഹത്വത്തോടും ഇടിമുഴക്കത്തോടും ഭയങ്കര പ്രവാഹത്തോടും ഏത് പ്രസിഡന്റ് വരുന്നതിനേക്കാൾ, ഏത് പ്രധാനമന്ത്രി വരുന്നതിനേക്കാൾ ഈ പകൽ വെളിച്ചത്തിൻ്റെ 10,000 മടങ്ങ് പ്രഭയോടെ മെസ്സിഹ വരുന്നത് ടി വിയിൽ എന്ന് കാണുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നീ കാണും, ഞാൻ കാണത്തില്ല. കാരണം അതിന് മുൻപേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോട് കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ അതേ ഞാൻ കേട്ടത് സ്തോത്രം ഓർക്കസ്ട്രേഷൻ ശബ്ദമാണ്. ദ കിങ് ഈസ് ഓൺ ദ വേ. രാജാവ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, രാജാവ് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാവൻ മേഘാരൂഢനായി വരുവാൻ വേണ്ടി പോകുന്നു. അന്നവൻ പാപികൾക്ക് വേണ്ടി വന്നു, എന്നാൽ ഇനി അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുവാൻ വേണ്ടി പോകുന്നു. അന്നവൻ മരിക്കുവാൻ വേണ്ടി വന്നു, ഇനി അവൻ 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി വരുന്നു. അന്നവൻ രക്തം ഒഴുക്കുവാൻ വേണ്ടി വരുന്നു, എന്നാൽ ഇന്നവൻ കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടി വരുന്നു. അന്നവൻ കഴുതപ്പുറത്തിരിപ്പാൻ വന്നു, ഇനി അവൻ വെളുത്ത കുതിരപ്പുറത്ത് ഇരിക്കുവാൻ വേണ്ടി പോകുന്നു. അന്നവൻ അടിമയായി വന്നു, ഇനി അവൻ രാജാവായി വരുവാൻ പോകുന്നു. അന്നവൻ വന്നപ്പോൾ മുൾക്കിരീടം വെച്ചു, ഇനി അവൻ വരുമ്പോൾ പൊൻകിരീടം വയ്ക്കും. അന്ന് വന്നപ്പോൾ സകലരും അവരെ കളിയാക്കി, ഇനി വരുമ്പോൾ രാജാക്കന്മാരും നേതാക്കന്മാരും മന്ത്രിമാരും ഉന്നതന്മാരും യുണൈറ്റഡ് നേഷന് യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ പോകുന്നു. Because he is the King of Kings and Lord of Lords and he is the God of God. കരങ്ങളിൽ അടിച്ചാർപ്പെട്ട് ദൈവ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah. വിഷയം മാറല്ലേ. There is power in the blood of Jesus. നിങ്ങൾ ശത്രുവിനെ ജയിക്കുന്ന യേശുവിൻ്റെ രക്തത്താലാണ്. എങ്ങനെ പറയാൻ കഴിയും? ദൈവം പറഞ്ഞ രക്തത്തിന് ശക്തിയുണ്ട്. കാരണം രക്തത്തിന് there is full of power. രക്തത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഈ പുസ്തകം നിറയെ, ഈ വിശുദ്ധ പുസ്തകം നിറയെ കണ്ണുനീരും വിയർപ്പും രക്തവുമാണ്. ഇത് സുഖിയന്മാർക്കുള്ള പുസ്തകമല്ല, ഇത് ചെത്താൻ ഇറങ്ങിയവർക്കുള്ള പുസ്തകമല്ല. ഇത് സ്തോത്രം യേശു എന്ന പ്രോഡക്റ്റിനെ ഞായറാഴ്ച വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന സുവിശേഷ കച്ചവടക്കാരുടെ പുസ്തകമല്ല. ഇതിനു വേണ്ടി രക്തമൊഴിക്കേണ്ടതായിട്ടുണ്ട്, ഇതിനു വേണ്ടി വിയർപ്പൊഴിക്കേണ്ടതായിട്ടുണ്ട്, ഇതിനു വേണ്ടി കണ്ണുനീരൊഴിക്കേണ്ടതായിട്ടുണ്ട്.
കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഇത് സ്ഥാനത്തിനും മാനത്തിനുമുള്ള പുസ്തകമല്ല. ഇത് ഹോളിവുഡിൽ നിന്ന് ചെത്തുന്നത് പോലെ ഷൈൻ ചെയ്യാനുള്ള പുസ്തകമല്ല. പകരം ഇത് ബേണിംഗ് കാൻഡിലായി ഉരുകുന്തോറും ഓ ഹല്ലേലൂയ ജനലക്ഷങ്ങൾക്ക് വെളിച്ചം കൊടുക്കുവാനുള്ളതായ പുസ്തകമാണ് ഈ പുസ്തകം. പറയുന്നു ലേവ്യ പുസ്തകം 17-ാം അധ്യായം. സ്തോത്രം. അതെ, രക്തത്തിലത്രേ ജീവൻ ആയിരിക്കുന്നത്. ദൈവം പറഞ്ഞ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇസ്രായേലിനെ നോക്കി പറഞ്ഞു, 6 ലക്ഷം കുടുംബങ്ങൾ, ഏകദേശം 30 ലക്ഷം ആൾക്കാർ. ഞാൻ ആവർത്തിക്കട്ടെ, 6 ലക്ഷം കുടുംബങ്ങൾ, ഏകദേശം 30 ലക്ഷം ആൾക്കാർ. ദൈവം പറഞ്ഞു, ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടി എടുക്ക്, അതിൻ്റെ സ്തോത്രം കഴുത്തിനെ കട്ട് ചെയ്ത് ഒരു ബേസനിൽ അതിൻ്റെ രക്തത്തെ എടുക്ക്, എന്നിട്ട് ഈ സോപ്പ് അന്ന് അവിടെ സുലഭമായി കിട്ടും. ആ ഈ സോപ്പിൻ്റെ തണ്ട് കൊണ്ട് കട്ടലക്കാരൻ പേരും കുടുംബടിമേരും ആ രക്തത്തെ നിങ്ങൾ പുരട്ട്. എന്നിട്ട് രാത്രി മുഴുവൻ അടഞ്ഞ് അകത്തിരിക്കുക, രക്തത്തിൽ മറഞ്ഞിരിക്കുക. കമാൺ, ഏതാണ്ട് ഉരുകി മാറുന്നു. രക്തത്തിൽ മറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി സംഹാരദൂതൻ ഇറങ്ങി നടക്കും, മരണദൂതൻ ഇറങ്ങി നടക്കും. കുടിൽ തുടങ്ങി അങ്ങ് കൊട്ടാരത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യ ജാതന്മാർ വരെ ഛേദിക്കപ്പെടും. പക്ഷെ രക്തത്തിൽ മറഞ്ഞിരുന്നവനെ അവൻ്റെ കുടുംബത്തെ ദൈവം സംരക്ഷിച്ചു. Because there is a vast difference between those who are serving the Lord and those who are not serving the Lord. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്ന് മാത്രമല്ല ഇന്നും പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വന്നതായ നാശം നിനക്കുള്ളതല്ല, അവർക്കുള്ള ഓപ്പറേഷൻ നിനക്കുള്ളതല്ല, അവർക്കുള്ള ആക്സിഡന്റ് നിനക്കുള്ളതല്ല, അവർക്കുള്ള തകർച്ച നിങ്ങൾക്കുള്ളതല്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. രക്തത്തിൽ മറഞ്ഞിരുന്നാടെ. സ്തോത്രം. ആ ജനം രക്തത്തിൽ മറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ സ്തോത്രം സംരക്ഷിക്കപ്പെട്ടു. മാത്രമല്ല അവർ വിടുവിക്കപ്പെട്ടു. അവിടെ മുൻപിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. വിടുതൻ്റെ വിമോചനത്തിൻ്റെയും പാട്ടും പാടി ആദ്യമായിട്ട പുതിയ ചെരുപ്പിട്ട് അവരതാ പുറത്തേക്ക് ഇറങ്ങി. കാരണം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വളരെ ശ്രദ്ധിക്കുക, 400 സംവത്സരം അവർക്ക് ചെരുപ്പിടാൻ വകുപ്പില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ആർക്കും ചെരുപ്പില്ലായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അർത്ഥം ഏതാണ്ട് ബാറ്റയിലോ ഏതാണ്ട് സ്തോത്രം മോച്ചിയിലോ പോയി അവരെ മേടിച്ചു എന്നല്ല എനിക്ക് തോന്നുന്നത്. പകരം വിശ്വാസത്താൽ അവർ ചെരുപ്പുണ്ടാക്കി. ഓ കമാൻ, വിശ്വാസത്താൽ അവർ ചെരുപ്പുണ്ടാക്കി. അർത്ഥം വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇന്ന് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഇന്നത്തെ ഞെരുക്കവും ഇന്നത്തെ വെല്ലുവിളിയും അല്ല നീ കാണേണ്ടത്. നാളത്തെ വിശാലതയും അടുത്ത നാളിൽ കടന്നു വരുന്നതായി വിടുതലാണ് നീ കാണേണ്ടത്. ഹല്ലേലൂയ. ബെറ്റി ഭാസ്കർ എന്ന് പേരുള്ളതായ ഒരു കുഞ്ഞ് വളഞ്ഞു പൊളഞ്ഞ് പടവലങ്ങ പോലെ ചുരുണ്ട ഒരു കട്ടിൽ കിടക്കുകയാണ്. ഒരു ദിവസം സ്തോത്രം വർഷങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് അവളോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഇത്രാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ നിന്നെ സൗഖ്യമാക്കും. സ്തോത്രം. പൂർണ്ണമായി ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ആൾമോസ്റ്റ് 17-ാമത്തെ വയസ്സിലോ മറ്റോ ആണ്. അവൾ തൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, യേശു കർത്താവ് എന്നെ അടുക്കൽ വന്ന്. ലെറ്റ് മീ ടെൽ യു, അന്യഭാഷ പറഞ്ഞ് തീരുന്നതല്ല ആത്മീയം, അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നതാണ് ആത്മീയം. ഇന്നും 2024 ഏപ്രിൽ കർത്താവിന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. ഇന്നും ദൂതന്മാർക്ക് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. ആരെങ്കിലും എൻകൗണ്ടറുകൾക്ക് വേണ്ടി ഈ ഉപവാസത്തിന്റെ നാളുകളിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവവുമായിട്ടുള്ള മുഖാമുഖങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ബെറ്റി ഭാസ്കർ അമ്മയോട് പറഞ്ഞു, 17-ാമത്തെ വയസ്സ് പ്രായമുള്ളതായി എനിക്ക് സ്തോത്രം എന്നെ നോക്കി കർത്താവ് പറഞ്ഞു, 17-ാമത്തെ ബർത്ത്ഡേക്ക് എന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന്. അവൾ അമ്മയോട് പറഞ്ഞു, 17 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ സോക്സ്, 17 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ഫ്രോക്ക്, 17 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ഡ്രസ്സ് സകലതും ക്രമീകരിക്കുക. പക്ഷേ ഇപ്പോഴും വളഞ്ഞ് പൊളഞ്ഞാണ് കിടക്കുന്നത്. അന്നത്തെ ഞെരുക്കമല്ല അവൾ കണ്ടത്, അന്നത്തെ കുറവുകളല്ല കണ്ടത്. സോ ഇസ്രായേൽ അന്നത്തെ അടിമത്തമല്ല കണ്ടത്. നാളെ ഇടാനുള്ള ചെരുപ്പുണ്ടാക്കി അലമാരകൾ സൂക്ഷിച്ചു വെച്ച്. കുഞ്ഞുങ്ങളെ മറക്കല്ല്. വിടുതൽ വരുന്നുണ്ട്. വിടുതൽ വരുമ്പോൾ ഈ ചപ്പലെടുത്ത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തിരക്കോടെ ഈ ദേശത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. Come on, in Jesus' name. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. അടിമ ചങ്ങലകൾ ഉടയ്ക്കപ്പെടും. In Jesus' name. വിശ്വാസം പറയുക മാത്രമല്ല, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ, വിശ്വാസം പറയുക മാത്രമല്ല, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ. ചിന്തിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതം, വലിയൊരു വിടുതൽ നിനക്കായി നിന്റെ കുഞ്ഞിനായി കടന്നു വരുന്നു.
രക്തത്തിൽ മറഞ്ഞിരുന്നതായ ജനം ദൈവത്തിൻ്റെ കൃപയാൽ വിടുവിക്കപ്പെട്ടു. അതാണ് രക്തത്തിൻ്റെ ശക്തി. വേദപുസ്തകം പറയുന്നു which is ransom, that means മോചനദ്രവ്യം. രക്തം എന്ന് പറയുന്നത് മോചനദ്രവ്യം. സ്തോത്രം. അതെ, ദ്രവ്യം, that means കറൻസി, പണം. സ്തോത്രം. കറൻസി, സ്പിരിറ്റ് ഉള്ളത്തിൻ്റെ കറൻസി. ദ്രഹാമല്ല, ഡോളറല്ല, ദിനാറല്ല, സ്തോത്രം, രൂപയല്ല, ആത്മമണ്ഡലത്തിൻ്റെ കറൻസി യേശുവിൻ്റെ രക്തം. കമാൺ, ആത്മമണ്ഡലത്തിൻ്റെ കറൻസി യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം. ആത്മമണ്ഡലം ചലിക്കുന്നത് യേശുവിൻ്റെ രക്തം പറയുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഈ ഉടുപ്പെടുത്തപ്പോൾ, ഈ ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ രക്തം. വണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ രക്തം. ആ ലിഫ്റ്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ രക്തം. ഈ ഹാളിൽ കയറുമ്പോൾ പറഞ്ഞു യേശുവിൻ്റെ രക്തം. എന്നെ നിന്നെ മറയ്ക്കുന്നത് കോട്ടൺ അല്ല, പോളിസ്റ്റർ അല്ല, ഊളല്ല, മറ്റെന്തെങ്കിലും അല്ല, മേക്കപ്പ് അല്ല. നമ്മൾ മറയേണ്ടത്, നമ്മൾ മറയ്ക്കുന്നത് യേശുവിൻ്റെ രക്തം. In Jesus name. നാളെ മുതൽ ഓഫീസിൽ പോയി ആ സീറ്റിൽ കൈവച്ച് പറയണം യേശുവിൻ്റെ രക്തം. നിനക്കെതിരെ മന്ത്രമോ തന്ത്രമോ ചെയ്യുന്ന വല്ല മന്ദബുദ്ധി ഉണ്ടെങ്കിൽ 7 മടങ്ങായത് തിരിച്ചടിക്കും. പാസ്റ്റർ സന്തോഷ് അഥവാ സ്തോത്രം പാസ്റ്റർ എം എ വർഗീസിൻ്റെ രണ്ടാമത്തെ മകന് അദ്ദേഹം എന്നോട് നോക്കി ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, ഈ പട്ടണത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്, സ്തോത്രം, ജോൺസൺ വർഗീസ്. പാസ്റ്റർ ജോൺസൺ വർഗീസ് പറഞ്ഞു അദ്ദേഹം സ്തോത്രം മന്ത്രവാദം, ഇന്ത്യയിലെ ഒരു പ്രത്യേക മതത്തിൻ്റെ അങ്ങേയറ്റത്തെ മന്ത്രവാദം പഠിക്കാൻ വേണ്ടി പോയതാ. അങ്ങേയറ്റത്തെ മന്ത്രവാദം പഠിച്ച് അതിൻ്റെ PhD-യുടെ അങ്ങേയറ്റമായി ഏറ്റവും ഭയങ്കര പീക്കായപ്പോൾ അയാളെ ഗുരു പറഞ്ഞു, ആർക്കിട്ട് നീ ഇത് ചെയ്താലും അത് ഓക്കും, ആർക്കിട്ട് നീ ചെയ്താലും അത് അങ്ങനെ തന്നെ നോക്കും, ആർക്കിട്ട് ചെയ്താലും. പക്ഷെ ഒരു പാർട്ടിക്കിട്ട് മാത്രം നീ ചെയ്യല്ല, ഒരു പാർട്ടിക്കിട്ട് മാത്രം നീ ചെയ്യല്ല. ഈ യേശുവിൻ്റെ രക്തം ജയം എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. യേശുവിൻ്റെ രക്തം ജയം. എന്തോ 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 ഞാൻ പറഞ്ഞ പറ. യേശുവിൻ്റെ രക്തം ജയം. ഒരിക്കൽ കൂടെ ഏതാണ്ട് തിരമാല പോലെ ഇന്ന് പകൽ ചതറട്ടെ. യേശുവിൻ്റെ രക്തം ജയം എന്ന് പറയുന്ന പാർട്ടിക്കിട്ട് ചെയ്യല്ലേ. പാസ്റ്ററല്ല, പ്രവാചകനല്ല. പാസ്റ്ററും പ്രവാചകനും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. എന്നാൽ മന്ത്രവാദിയുടെ, ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് മന്ത്രവാദി പറഞ്ഞു യേശുവിൻ്റെ രക്തം ജയം എന്ന് മാത്രം പറയല്ലേ. ഇത് പറഞ്ഞാലൊട്ട് അവന് ഭരിക്കത്തില്ലെന്ന് മാത്രമല്ല, നീ അങ്ങോട്ട് വിടുന്നത് 7 മടങ്ങായി ഇങ്ങോട്ട് വന്ന് നിന്നെ തൊലയ്ക്കും. നിനക്കിട്ട് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അമാവാസിയോ പൗർണമാസിയോ നിനക്കിട്ട് ആരെങ്കിലും വല്ലതും ചൊറിഞ്ഞെങ്കിൽ ഇന്ന് ഈ സഭായോഗം തീരുന്നതിന് മുൻപ് അവൻ അറിയട്ടെ, അവൻ വിട്ട കുറുക്കനേക്കാൾ യഹൂദ ഗോത്രത്തിലെ സിംഹം വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറുക്കൻ പടകൾ ചിതറട്ടെ. ആരോഗ്യത്തിനെതിരെ, ജോലിക്കെതിരെ, ഭാവിക്കെതിരെ, തലമുറകൾക്കെതിരെ, ഓർമ്മശക്തിക്കെതിരെ, മാനസിക നിലവാരങ്ങൾക്കെതിരെ, സമ്പത്തിനെതിരെ, അങ്ങനെ പലതിനെതിരെ ശത്രു കെട്ടിവച്ചിരിക്കുന്ന സകല പോരുകളും പോർക്കളങ്ങളും ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ഇന്ന് പകൽ പൊളിയുന്നു. കമോൺ, കരങ്ങളെ അടിച്ചാർപ്പെട്ടെ. There is power in the blood of Jesus. യേശുവിൻ്റെ രക്തം ചെയ്യാൻ സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യം നടപ്പിൽ നിന്നല്ല. സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യം നടപ്പിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, വെള്ളി, പൊന്ന് എന്നിവയിൽ നിന്നല്ല, പകരം ക്രിസ്തു യേശുവിൻ്റെ നിഷ്കളങ്കവും നിർവ്യാജവും നിർദോഷവുമായ രക്തത്തിലത്രേ. സ്തോത്രം. നിർദോഷമായ രക്തം, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നതിന് മുൻപ് അവസാനം അവർ തിരിഞ്ഞ് പ്രാർത്ഥിച്ച്, അവർ തിരിഞ്ഞ വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തോളിൽ തൊട്ട് പറഞ്ഞാട്ടെ യേശുവിൻ്റെ രക്തം ചെയ്യാം. തിരിച്ചു വരുമ്പോൾ വല്ല പകർച്ചവ്യാധിയും കൊണ്ട് വീട്ടിൽ വരാതിരിക്കാൻ അതേ അവരെ സ്വീകരിച്ചു ആട്ടെ യേശുവിൻ്റെ രക്തം ചെയ്യാം. മക്കൾ കിടന്നുറങ്ങുമ്പോൾ ആ ബെഡിൽ തൊട്ട് പറഞ്ഞാട്ടെ യേശുവിൻ്റെ രക്തം ചെയ്യാം. ഓ കമാൺ കമാൺ കമാൺ. തോൽക്കാൻ മനസ്സില്ലാത്ത എല്ലാവരും യേശുവിൻ്റെ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ശുശ്രൂഷകളിൽ നോക്കി പറഞ്ഞാട്ടെ യേശുവിൻ്റെ രക്തം. റിലേഷൻസിന് നോക്കി പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം. കമ്മ്യൂണിക്കേഷനിൽ നോക്കി പറഞ്ഞ യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ
this is so powerful, so powerful. ജീവിതത്തിന്റെ കട്ടളക്കാലിന്മേലും ജീവിതത്തിന്റെ കുറുമ്പടിമേലും യേശുവിന്റെ രക്തം. Come on, one more time. ജീവിതത്തിന്റെ കട്ടളക്കാലിന്മേലും ജീവിതത്തിന്റെ കുറുമ്പടിമേലും യേശുവിന്റെ രക്തം. ദൈവഹിതമില്ലാത്തത് ആ വാതിൽ കടക്കല്ല്. ദൈവഹിതമില്ലാത്തത് നിന്നെ കോണ്ടാക്ട് ചെയ്യല്ല്. ദൈവഹിതമില്ലാത്തത് നിന്റെ അടുക്കൽ വരരുത്. അത് വാതിന്റെ പുറത്ത് നിൽക്കട്ടെ. അവർ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ കോണ്ടാക്ട് നിന്റെ അടുത്ത് വരല്ല്. Oh, in Jesus' name there is power in the blood of Jesus. ഇരു കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്. ഒന്നാമത് ശത്രുവിനെ ജയിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവിൻ്റെ രക്തം. ആ രക്തം വെറുതെ ഇരിക്കുന്നതാണോ ബൈബിൾ പറയുന്നത്? നോ വേ. എബ്രായലേഖനം 12-24 വാക്യം പറയുന്നു, the blood which is speaking better things than that of the blood of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന രക്തം. അത് സംസാരിക്കുന്ന രക്തം. ശബ്ദം ഉയർത്തി പറഞ്ഞ് സംസാരിക്കുന്നു. ആരും മിണ്ടുന്നില്ല. ആരൊക്കെയോ ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത പല ശബ്ദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. മെഡിക്കലി സ്തോത്രം പ്രൂവൺ ആണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. ഹെഡ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. സ്തോത്രം ശബ്ദത്തെ അളക്കുന്ന യൂണിറ്റ് ഹെഡ്സ് ആണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ളത് മാത്രമേ മനുഷ്യൻ്റെ ചെവിക്ക് അത് കേൾക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു. നമുക്ക് കേൾക്കാൻ കഴിയാത്തത് പക്ഷികൾക്ക് കേൾക്കാൻ കഴിയുന്നു. കടവാവൽ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. കടവാവൽ അടുത്തിരിക്കുന്നവർ നോക്കല്ലേ. കടവാവൽ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. കമാൺ, ഹല്ലേലൂയ. കടവാവൽ സ്തോത്രം അതെ കണ്ടല്ല പറക്കുന്നത്, കേട്ടാണ് പറക്കുന്നത്. കടവാവലിന് കാഴ്ചയില്ല. പറക്കുമ്പോൾ അവൻ കേട്ടാണ് പറക്കുന്നത്. അവൻ ചെവി ബാറ്റ്. കടവാവൽ മീൻസ് ബാറ്റ്. എനിക്കത് തമിഴ് தெரியாது. സ്തോത്രം അതെ കടവാവൽ. അത് സ്തോത്രം അത് ഇങ്ങനെ വാവൽ. സ്തോത്രം അതിങ്ങനെ പറക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടാണ് പറക്കുന്നത്. എൻ്റെ ശബ്ദം കേട്ടാണ്. മുന്നിൽ ഏതാണ്ട് വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞും മറിഞ്ഞും കടവാവൽ അങ്ങനെയാണ് പറക്കുന്നത്. നമുക്കതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. കടവാവൽ പറയും എനിക്കത് കേൾക്കാൻ പറ്റും. സുനാമി വരുന്നപ്പോൾ മൃഗങ്ങൾ പറയും ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റും. ഭൂമി കുലുക്കം വരുമ്പോൾ പറയും സ്തോത്രം മൃഗങ്ങൾ പറയും ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റും. പക്ഷികൾക്ക് പറവാൻ കഴിയും ഭൂകമ്പം ഞങ്ങൾക്ക് കേൾക്കാം, സുനാമി ഞങ്ങൾക്ക് കേൾക്കാം. ആദ്യം ഞങ്ങൾ കേട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങളത് കാണുന്നത്. ഇന്ന് പകൽ ദുർഭൂതങ്ങൾ അതുപോലെ തന്നെ പറയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായ കാര്യങ്ങൾ. നിനക്ക് വേണ്ടി നന്മയായ ഈവുകളെ പേസും രക്തം. നിനക്ക് വേണ്ടി നന്മയായ കാര്യങ്ങളെ സംസാരിക്കുന്ന രക്തം. നിന്റെ തലമുറയ്ക്കായി, ഭാവിക്കായി, ശുശ്രൂഷയ്ക്കായി നന്മയായ കാര്യങ്ങളെ സംസാരിക്കുന്ന രക്തം. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഡോഗ് വിസിൽ എന്ന് പറയുന്നതായ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെന്ന് നെറ്റിൽ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. ഡോഗ് വിസിൽ. സ്തോത്രം. ആ ഡോഗ് വിസിൽ ഊതുമ്പോൾ മനുഷ്യന് കൂടുതൽ 8 തരത്തിലുള്ള ശബ്ദമാണ് ഉള്ളത്. അതിൽ ഒരു ശബ്ദം മാത്രമാണ് ഇൻ്റർനെറ്റ്, യൂട്യൂബ് എനിക്ക് കേൾപ്പിച്ചത്. 7 എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷേ പട്ടികൾക്ക് കേൾക്കാൻ പറ്റും. ഡോഗ് വിസിൽ. സ്തോത്രം ഊതിയാൽ പട്ടികൾ ഓടി വരാം. പക്ഷേ ഇന്ന് പകൽ ഏതോ പട്ടി ഓടി വരുന്നതല്ല ഞാൻ പറയുന്നത്, ദുർഭൂതം ഓടിപ്പോകുന്നതാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആ വീടിനെ ഓർത്ത് പറഞ്ഞേ ഓടട്ടെ. ഇവിടെ ഇരുന്ന് പറഞ്ഞേ ഹോസ്റ്റലായിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന്, ആമേൻ, അന്യദേശത്തായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് എല്ലാ ഇരുളിൻ്റെ ശക്തികൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യൻ ടൈം 11:40 ഈ സമയത്ത് വിടുതൽ നടക്കട്ടെ. There is power in the blood of Jesus. കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിயின் വചനത്താലും ശത്രുവിനെ ജയിക്കുന്ന. രണ്ടാമതായി അതിൽ ഒറ്റ വാക്യമായി കിടക്കുന്നു സാക്ഷിயின் വചനം. അങ്ങനെ രണ്ടായി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയട്ടെ. വചനം
ശത്രുവിനെ ജയിക്കുന്നതാണ് വചന. ശത്രുവിനെ ജയിക്കുന്നത് അലമാരയിലിരിക്കുന്ന വചനമല്ല, ഫോണിൽ ഡൗൺലോഡ് ചെയ്ത വചനമല്ല, മേശപ്പുറത്തിരിക്കുന്ന വചനമല്ല, 13-ാം തീയതി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തലേനയുടെ അടുത്ത് വെച്ചിരിക്കുന്ന വചനമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ല. 13-ാം തീയതി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തലേനയുടെ അരികിൽ വെച്ചിരിക്കുന്ന 13 ഫ്രൈഡേ പണ്ടത്തെ ഒരു ഹൊറർ മൂവിയാണ്. സ്തോത്രം. അതുകൊണ്ട് 13-ാം തീയതിയാണ് വെള്ളിയാഴ്ച. എൻ്റെ തലേനെ നോ 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 നീ വചനം വെളിയിലല്ല ഇരിക്കേണ്ടത്, ഈ വചനം നിൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. കർത്താവ് വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, വചനം നിനക്ക് സമീപമായി നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ നാവിലും ഇരിക്കുന്നു. വചനം നിനക്ക് സമീപമായി നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ നാവിലും ഇരിക്കുന്നു. തലകുലിക്കുക പോരാ കുട്ടി, നീ എത്ര അധ്യായം നീ രാവിലെ വായിച്ചു? വേണ്ട കിടക്കുന്നു. സ്തോത്രം. അടുത്ത ആഴ്ച വരത്തില്ല. സ്തോത്രം. നീ എത്ര അധ്യായം അതെ കഴിഞ്ഞ ആഴ്ച വായിച്ചു? പറ. നീ യൂട്യൂബിൽ ഒത്തിരി ബ്രദർമാരെ നിനക്കറിയാം, അതെ ഫേസ്ബുക്കിൽ ഒത്തിരി ദൈവദാസന്മാരെ നാഷണലി ഇൻ്റർനാഷണൽ നിനക്കറിയാം. പക്ഷേ ഈ വചനം നിനക്കറിയാമോ? ഡോക്ടർ ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, യേശു കർത്താവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നത് പോലെ നിങ്ങളുടെ ബൈബിളിനെയും നിങ്ങൾ സ്വീകരിക്കുന്നു. ഒരിക്കൽ കൂടെ, യേശുവിനെ സ്വീകരിക്കുന്നത് പോലെ ബൈബിളിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് നിന്റെ ജയ. വചനം അലമാരയിലല്ല ഇരിക്കേണ്ടത്, വചനം മേശപ്പുറത്തല്ല ഇരിക്കേണ്ടത്. എന്നെപ്പോലെ പ്രസംഗിക്കേണ്ടത് വേണ്ടിയല്ല ബൈബിൾ വായിക്കേണ്ടത്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ബാങ്കിലെ പൈസ കൊണ്ടല്ല നീ ജീവിക്കുന്നത്, മാസപ്പടി ശമ്പളം കൊണ്ടല്ല നീ ജീവിക്കുന്നത്. പകരം നീ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. മാനസാന്തരപ്പെട് വിശ്വാസിയെ, മാനസാന്തരപ്പെട്. സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി ദൈവത്തോട് വിളിച്ചു പറ, കർത്താവേ അങ്ങയുടെ വചനത്തെ ഞാൻ അങ്ങയുടെ വചനത്തെ ഞാൻ റിജക്റ്റ് ചെയ്ത് ജീവിച്ചു, അങ്ങയുടെ വചനത്തെ ഞാൻ സ്തോത്രം മാനിച്ചില്ല, അങ്ങയുടെ വചനത്തിലേക്ക് ഞാൻ തിരിയുന്നു. ഈ വാസത്തിന്റെ 7ാമത്തെ പകൽക്കാലം മാനസാന്തരപ്പെട്ട തീരുമാനിക്ക്. എൻ്റെ കണ്ണിൽ നോക്ക്, എൻ്റെ ഉണ്ടക്കണ്ണിൽ നോക്ക്. എനിക്ക് ഉണ്ടക്കണ്ടത് എല്ലാവരും കാണാൻ വേണ്ടിയാണ്. നിന്റെ ലൈഫ് തിരിയുന്നത് നീ വചനത്തിലേക്ക് തിരിയുമ്പോഴാണ്. ഒരിക്കൽ കൂടെ, നീ പ്രവചിക്കുന്ന ബ്രദർമാരെ തേടുമ്പോഴല്ല, നീ പ്രാസംഗന്മാരുടെ പിന്നാലെ ഓടുമ്പോഴല്ല, ഈ പുസ്തകത്തിന് മുൻപിൽ ദാഹത്തോടെ നീ മുട്ടുമടക്കുമോ, ഇത് തുറക്കുമ്പോൾ സ്വർഗം നിനക്കായി തുറക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ നീ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിൽ ജയിച്ച എല്ലാവരും, ജീവിതത്തിൽ എത്തിയതായ സക്സസ് ആയ എല്ലാവരും അവരുടെ വചനം അലമാരയിലല്ല, വചനം ഹൃദയത്തിലായിരുന്നു. സ്തോത്രം. നെറ്റിൽ പോയി ചരിത്രം നോക്കിയാട്ടെ. അത് അബ്രഹാം ലിങ്കൻ്റെ ദൈവവചനത്തിൻ്റെ സ്തോത്രം, അതേ സ്വാധീനം വളരെ പ്രസിദ്ധമാണ്. നെറ്റിൽ പോയി നോക്കിയാട്ടെ. പക്ഷേ അതല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത്. ദൈവത്തിൻ്റെ വചനം നിന്നിൽ ചെയ്യുന്ന 12 കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം ആത്മമണ്ഡലത്തിന് നിനക്ക് വേണ്ടി ചെയ്യുന്നതായ 12 കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽ മുതൽ ആ 12 കളറും നിന്റെ ലൈഫിൽ കർത്താവ് പെയിന്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് ചെയ്യട്ടെ. വചനം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന 12 കാര്യങ്ങളുണ്ട്. 12 അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. യേശുവിൻ്റെ നാമത്തിൽ മാനുഷിക അധികാരത്തെക്കാൾ ഒത്തിരി വലുതാണ് ദൈവിക അധികാരം. ദൈവിക അധികാരത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ മനുഷ്യൻ്റെ അധികാരം നിന്നെ ബാധിക്കത്തില്ല. കാരണം തിരുവചനം പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും നോവേ നിന്നെ ബാധിക്കത്തില്ല. കാരണം സ്തോത്രം, അതേ സിംഹാസനത്തിന് ഇളക്കം തട്ടാത്ത ഒരു രാജാവ് സ്വർഗത്തിൽ വസിക്കുന്ന ഹല്ലേലൂയ. അവന്റെ വചനം ആ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകട്ടെ. ഹല്ലേലൂയ. ഏത് പുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ മരുഭൂമി. ഇന്ന് നിങ്ങൾക്ക് യെരിഹോവിന് അരികിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയും. യെരിഹോ പട്ടണത്തിന് വലതുവശത്തേക്ക് മേലേക്ക് നോക്കുമ്പോൾ ആ പർവ്വതത്തിന് മുകളിൽ ആ മരുഭൂമിയിൽ അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ച ദൈവത്തിൻ്റെ പുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പരീക്ഷകൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. സാത്താൻ്റെ പേരുകളിൽ ഒന്നാണ് പരീക്ഷകൻ അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ, സാത്താനെ, അടുത്ത ആഴ്ച ഞാൻ പ്രസംഗിക്കാൻ വച്ചിരിക്കുന്ന സ്പിരിച്വൽ വാർഫെയറിൻ്റെ അതേ സീരീസ് ഇങ്ങനെ പറയുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ. യേശു തൻ്റെ പ്രസംഗം കൊണ്ടല്ല ജയിച്ചത്. യേശു തൻ്റെ പഠിപ്പീര്, തൻ്റെ ടീച്ചിങ് കൊണ്ടല്ല ജയിച്ചത്. യേശു കർത്താവ് തൻ്റെ പാരമ്പര്യം കൊണ്ടല്ല ജയിച്ചത്. നിൻ്റെ പ്രസംഗം കൊണ്ടല്ല നീ ജയിക്കുന്നത്, വചനം കൊണ്ടാണ് നീ ജയിക്കുന്നത്. പ്രസംഗം നാട്ടുകാർക്കുള്ളത്, വചനം നിനക്കുള്ളത്. യേശു പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ.
ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ആവർത്തനം അതെ 6:13, ആവർത്തനം 8:3, ആവർത്തനം 10:20, ആവർത്തന പുസ്തകത്തിലെ 3 വാക്യം 3 മണ്ഡലത്തിൽ നിന്ന് പിശാച് പൊരുതിയപ്പോൾ യേശു കർത്താവ് പറഞ്ഞു. സ്തോത്രം. യേശു വചനം എടുത്ത് വെട്ടി, വചനം എന്ന വാൾ കൊണ്ട് ശത്രുവിനെ വെട്ടി അവനെ ഓടിച്ചു. ഡോക്ടർ ബില്ലി ഗ്രഹാം പറയും, എത്രത്തോളം ഞാൻ വചനം പറയുന്നു അത്രയും സാത്താന് വെട്ടുകൊള്ളുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവവചനം പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാകുന്ന വചനം പറയുന്നു. ദാറ്റ് മീൻസ് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ അത് വെട്ടിമാറ്റുകയാണ്. നിന്റെ വീട്ടിൽ ലളിതഗാനവും ചലച്ചിത്രഗാനവുമല്ല, നിന്റെ വീട്ടിൽ സിനിമയും സീരിയലുമല്ല, നിന്റെ വീട്ടിൽ തർക്കവും വാദവുമല്ല, നിന്റെ വീട്ടിൽ വടംവലിയുടെ ശബ്ദമല്ല, പകരം വചനത്തിന്റെ ശബ്ദം. നിന്റെ ഭവനത്തിൽ വചനത്തിന്റെ ശബ്ദം, പടിചാരുന്ന ശബ്ദമല്ല. നിന്റെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ, കമാൻ, നിന്റെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ, നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ വചനത്തിന്റെ ശബ്ദം നിറയട്ടെ. കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ദൈവവചനത്തിന് 12 അടയാളങ്ങളാണുള്ളത്. ശത്രുവിന് ജയിക്കുന്ന 12 അടയാളങ്ങൾ. നമ്പർ 1, എബ്രായലേഖനം 4:12 വാക്യം പറയുന്നു, ദൈവവചനം വാളായിരിക്കുന്ന, അത് കട്ട് ചെയ്യുന്ന. ദൈവവചനം വാളായിരിക്കുന്നു, അത് കട്ട് ചെയ്യുന്ന. നമ്പർ 2, സ്തോത്രം, ദൈവവചനം തീയായിരിക്കുന്നു. യിരെമ്യാപ്രവചനം 23:29 വാക്യം, ദൈവവചനം തീയാണ്. ശബ്ദം ഉയർത്തി പറമക്കളെ എല്ലാവരും, ദൈവവചനം തീയായിരിക്കുന്നു. കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നു, ഇന്ന് പകൽ എരിക്കേണ്ടതാണ് എരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എരിക്കേണ്ട അതിനെ എരിക്കുന്നു. കീമോതെറാപ്പി എരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ദുഷ്ടരോഗങ്ങൾ വരെയുള്ളത് പിതാവ് നിന്റെ സിസ്റ്റത്തിൽ നട്ടിട്ടില്ലാത്ത സകലതും യേശുവിൻ്റെ നാമത്തിൽ ദൈവ വചനം എരിച്ചു മാറ്റുന്നു. സ്കാനിങ്ങോ എക്സ്റേ അല്ല, അവിടെ മുഴയുണ്ട്, ഇവിടെ മറ്റത് വളരുന്നു, അതെ ഇന്നത് ബയോപ്സിക്ക് അയക്കണം. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിതാവ് നട്ടിട്ടില്ലാത്ത സകലതും വേരോടെ ഇന്ന് പകൽക്കാല പിഴുതുമാറട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വിവിധ പട്ടണങ്ങളിൽ ഡോക്ടർമാരുകൾ ഡയഗ്നോസ്റ്റിക് സെന്റർ പറയട്ടെ, ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ നിന്റെ ബോഡി പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഓ ദൈവവചനപ്രകാരം ഞാൻ ജീവിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. മൂന്നാമത് ദൈവത്തിൻ്റെ വചന ഹാമറാണ്. യിരെമ്യാപ്രവചനം 23:29 തന്നെ പറയുന്നു, ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അതിനെ അനുദിനം പണിതുകൊണ്ടിരിക്കുന്നു. ആർക്കും പൊളിപ്പാൻ കഴിയാത്ത വിധത്തിൽ, ഒരു തിരമാലയ്ക്കും ഒരു കൊടുങ്കാറ്റിനും ഒരു വെല്ലുവിളിക്ക് ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും പൊളിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കൽ. ഓ കം ഓൺ, ഹൗ മെനി ഓഫ് യു ആർ ഫീലിംഗ് ദാറ്റ്? ഓ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കൽ എന്ന ക്രമത്തിൽ ദൈവകൃപയാൽ ദൈവം നിന്നെ പണിയുന്നു. നീ ഉയർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വേറെ ആർക്കും ദൂതില്ലാതിരിക്കുമ്പോൾ, വേറെ അനേക സഭകൾ പട്ടിണി കിടക്കുമ്പോൾ നിന്റെ കലവറ തുറന്നിരിക്കും. ജനലക്ഷങ്ങൾക്ക് നീ ഫീഡ് ചെയ്യുക. ആർക്കുമില്ലാത്ത വെളിപ്പാട് നിനക്കുണ്ടായിരിക്കും. ലെറ്റ് മീ പ്രൊഫസി ഓവർ യു. ആർക്കുമില്ലാത്ത വെളിപ്പാടിൻ്റെ കലവറകൾ നിനക്കായി ദൈവം തുറക്കുക. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ ബ്രെഡ്, ദൈവത്തിൻ്റെ വചനം അത് അപ്പമാണ്. ആവർത്തനം 8:3, ലൂക്കോസ് 4, മത്തായി 4 വേദപുസ്തകം പറയുന്നു. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ചുയിങ്ങം കൊണ്ടല്ല, വചനം കൊണ്ട് ജീവിക്കുന്നു. രണ്ടുപേരെ തൊട്ട് പറ, വചനം കൊണ്ട് ജീവിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞാട്ടെ, വചനം കൊണ്ട് ജീവിക്കുന്നു. സ്തോത്രം. ദൈവവചനം സീഡായിരിക്കുന്നു. 1 പത്രോസ് 2:23. സ്തോത്രം. ബീജം എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. മത്തായി 13 നിങ്ങൾ വായിക്കുമ്പോൾ 7 കിങ്ഡം പാരബിൾസ് ഉണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ളത് അല്ല, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകൾ. അതിൽ കർത്താവ് വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറഞ്ഞു, വചനം വിത്താണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വചനം വിത്താണ്. വചനം വിത്താണ്. ശ്രദ്ധിക്കുക, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. മതി. വചനം വിത്താണ്. വചനം വിത്താണെങ്കിൽ നിനക്ക് അഡീഷൻ അല്ല ഉള്ളത്, നിനക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. ഹല്ലേലൂയ. വചനം വിത്തായത് കൊണ്ട് നിനക്ക് അഡീഷൻ അല്ല,
ഇന്ന് പകൽ നിന്റെ ക്ലബ്ബ് മാറട്ടെ. ഓ നിങ്ങൾക്ക് വേണ്ടേ, ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾക്ക് വേണ്ടേ ഹല്ലേലൂയ നിന്റെ അഡിഷന്റെ ക്ലബ്ബ്. ലോകത്തിലുള്ളവർ അഡിഷൻ പറയുമ്പോൾ, ലോകത്തിലുള്ളവർ അഡിഷനും ഡിവിഷനും പറയുമ്പോൾ, ലോകത്തിലുള്ളവർ അഡിഷനും ഡിവിഷനും പറയുമ്പോൾ, ആൻറ്റി സഹോദരി സഹോദരനെ സ്തോത്രമതേ, നിന്റെ ലൈഫിൽ കർത്താവ് മൾട്ടിപ്ലിക്കേഷൻ നൽകാൻ പോകുന്നു. ബിക്കോസ് യു ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനമെന്ന വിത്ത് നിന്നെ സ്തോത്രം മൾട്ടിപ്ലൈ ചെയ്യുന്ന. ലോകത്തിന്റെ പൊടിയും ലോകത്തിന്റെ അഴുക്കും നിന്നിൽ പറ്റത്തില്ല. ലോകത്തിന്റെ മാലിന്യം നിന്നിൽ ചേർന്നിരിക്കത്തില്ല. കാരണം വചനം വെള്ളമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, വാഷിംഗ് ഓഫ് ദ വാട്ടർ. ദൈവത്തിന്റെ വചനം വെള്ളമാണ്. ഈ നല്ല ചൂടത്ത് ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നന്നായി കുളിക്കുമ്പോൾ എന്തോ ഫ്രഷ്നെസ്, ഓ എന്തോ ഡ്രൈനെസ് എന്നല്ല. ഒത്തിരി പേർ ഉണങ്ങിപ്പോയി. പക്ഷെ എന്നും നീ ഫ്രഷ് ആയിരിക്കും, എന്നും നീ ഫ്രഷ് ആയിരിക്കും. എന്നും ഒരു ഫ്രഷ് റെവലേഷനിൽ ദൈവകൃപയാൽ നീ ജീവിക്കുക. ഫ്രഷ് റെവലേഷനുമായി ദൈവകൃപയിൽ നീ മുന്നേറുക. കേൾക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഇൻ ജീസസ് നെയിം. വചനത്തിൽ ജീവിക്ക്, വചനത്തിൽ ജീവിക്ക്, നീ വഴിതെറ്റുകയില്ല. ഒരിക്കൽ കൂടെ, വചനത്തിൽ ജീവിക്ക്, നീ വഴിതെറ്റുകയില്ല. ഒരു മനുഷ്യനും ഒരു കാമുകനും കാമുകിക്കും നിന്നെ വഴി തെറ്റിപ്പാൻ കഴിയത്തില്ല. ഒരു ദുഷ്ട മനുഷ്യനും ഭൂതത്തിനും നിന്നെ വഴി തെറ്റിപ്പിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. കാരണം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ലവ് ജിഹാദിനും നിന്റെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിപ്പിപ്പാൻ കഴിയത്തില്ല. കമാൺ, ഇന്നുണ്ടത്. കാരണം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം 119-ാം സങ്കീർത്തനം 105-ാം വാക്യം, ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവവചനം നിനക്ക് വഴികാട്ടിയാണ്. നീ സ്റ്റംബിൾ ആകത്തില്ല, നീ ഒരിക്കലും ഇടറിപ്പോകത്തില്ല. സ്തോത്രം. ഒത്തിരി സഭകൾ ഡ്രൈ ആയെന്ന്, ഒത്തിരി ദൈവദാസന്മാർ ഉണങ്ങിപ്പോയെന്ന്. പക്ഷെ നിന്റെ ജീവിതമോ നിന്റെ ശുശ്രൂഷയോ നനഞ്ഞ തോട് പോലെ, വറ്റാത്ത നീരുറവ് പോലെ, നനഞ്ഞ തോട് പോലെ, വറ്റാത്ത നീരുറവ് പോലെ നീ ആയിരിക്കും. കാരണം യെശയ്യാ 55:10-11 വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ വചനം അത് മഴ പോലെയാണ്, അത് മഞ്ഞ് പോലെയാണ്. ഓ കമാൻ, ദൈവത്തിന്റെ വചനം അത് മഴ പോലെയാണ്, അത് മഞ്ഞ് പോലെയാണ്. ദൈവം അതേ വെട്ടേണ്ടതിന് വെട്ടുന്നു വചനത്താൽ. ദൈവം സ്തോത്രം എരിക്കേണ്ടതിന് എരിക്കുന്നു തീയാൽ. ദൈവം നിന്നെ പണിയുന്നു, ദൈവം നിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദൈവം നിന്നെ കാണിക്കുന്നു, വഴിതെറ്റാതെ നിന്നെ സൂക്ഷിക്കുന്നു, ദൈവം നിന്നെ ഉണങ്ങാതെ കാക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. വചനം പറ. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട അമ്പ് പോലെ, അതേ വില്ലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട അമ്പ് പോലെയാണ് നീ പറയുന്ന വചനമെന്ന് ഹബക്കൂക്ക് 3:9 പറയുന്നു. അതേ വില്ലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട അമ്പ് പോലെയാണ്. അത് എവിടെ തറയ്ക്കുന്നു? രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന. അയ്യോ, ആർക്കും വേണ്ടേ? ഹല്ലേലൂയ. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന നീ ഒരു വചനം പറയുമ്പോൾ കൊള്ളേണ്ടടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ അത് കൊള്ളുന്നു. വചനം കയ്പല്ല. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും കയ്പോടെ ഇരിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങൾക്കാർക്കും കയ്പോടെ ഇരിപ്പാൻ കഴിയത്തില്ല. വചനം സ്തോത്രം അതേ മാധുര്യം നൽകുന്നതാണ്. കാരണം വചനം സ്തോത്രം ഹണി, അത് തേനാണ്. 19-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുന്നു, അത് തേനിലും തേൻ കട്ടയിലും മധുരമേറിയത്. ശബ്ദമുയർത്തി പറഞ്ഞ ഒരിക്കൽ കൂടെ, തേനിലും തേൻ കട്ടയിലും മധുരമേറിയത് ഏത്? ഈ ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ തമ്മിലടിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളതായ ആ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ളവർക്ക് വചനം പാലായിരിക്കുന്നു. 1 പത്രോസ് 2:2 പറയുന്നു, വചനം പാലായിരിക്കുന്ന ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുന്നു. ദൈവം നിന്നെ വിളിച്ചത് തകരാനല്ല, ദൈവം നിന്നെ വിളിച്ചത് തകരാനുമല്ല. ദൈവം നിന്നെ വിളിച്ചത് തകരാനല്ല, തളരാനുമല്ല. തളർച്ച നിങ്ങൾക്കുള്ളതല്ല, തകർച്ച നിങ്ങൾക്കുള്ളതല്ല, പകരം വളർച്ചയ്ക്കായി. വചനത്തിൽ നിൽക്കുന്ന ദൈവദാസൻ വളരും, വചനത്തിൽ നിൽക്കുന്ന സഭ വളരും. വചനത്തിൽ നിൽക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒടുവിലായി വചനം സ്തോത്രം, അത് കട്ടിയായ ആഹാരം.
ക്രിസ്തുവിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ സമീകൃതമായി നിന്നെ വളർച്ചയിലേക്ക് എത്തിക്കുന്ന കട്ടിയായ ആഹാരം. 12 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 12 അനുഗ്രഹം ഇന്ന് പകൽ മുതൽ ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. ആരൊക്കെ സ്ലേൻ ഇൻ ദ സ്പിരിറ്റിൽ നിൽക്കുന്നു, ആരൊക്കെ അന്യഭാഷകൾ നിൽക്കുന്നു, ആരൊക്കെ കൃപാവരകൾ നിൽക്കുന്നു, അതെല്ലാം നല്ലത്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ ഒന്നാം സ്ഥാനം ദൈവത്തിന്റെ വചനം. ക്രൈസ്തന്റെ ദൈവത്തിന്റെ വചന കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. വചനം സ്തോത്രം വാളെങ്കിൽ, തീയെങ്കിൽ, ചുറ്റികയെങ്കിൽ, അപ്പമെങ്കിൽ, അതേ വിത്തെങ്കിൽ, അത് വെള്ളമെങ്കിൽ, അത് സ്തോത്രം കാലന് ദീപമെങ്കിൽ, അത് മഴയും അതേ മഞ്ഞുമായി ആണെങ്കിൽ, അത് അമ്പാണെങ്കിൽ, അത് തേനാണെങ്കിൽ, അത് പാലാണെങ്കിൽ, അത് കട്ടിയായ ആഹാരമാണെങ്കിൽ, ആ വചനം തലയാട്ടി കൊള്ളാം, നീ പറ, ഞാൻ ഇങ്ങനെ ഇരിക്കാം എന്നല്ല. ആ വചനം പറഞ്ഞാട്ടെ, ആ വചനം പറഞ്ഞാട്ടെ. വചനം ജഡമായി തീർന്നവൻ ശത്രു തൻ്റെ അടുക്കൽ വന്നപ്പോൾ, പരീക്ഷയുമായി വന്നപ്പോൾ യേശു കർത്താവ് വചനം പറഞ്ഞെങ്കിൽ നീയും വചനം പറഞ്ഞാട്ടെ. വചനം പറയുമ്പോൾ ആരോഗ്യം മാറുന്നു. വചനം പറയുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് മാറുന്നു. വചനം പറയുമ്പോൾ ചത്തിരിക്കുന്ന അവയവങ്ങൾ ജീവൻ പ്രാപിക്കുന്നു. ഐ സെൻസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. വചനം പറയുമ്പോൾ ഡയബറ്റിക് നോർമൽ ആകുന്നു. വചനം പറയുമ്പോൾ ഇന്ന് പകലും ദൈവകൃപയാൽ വിടുതലുകൾ നടക്കുന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ ഇന്ന് പകൽ അത്ഭുതങ്ങളുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇന്ന് പകൽ അടയാളങ്ങളുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇന്ന് പകൽ വീര്യപ്രവർത്തികളുണ്ട്. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ ഇന്ന് പകൽ നേരെയാകട്ടെ. ഹല്ലേലൂയ. നിർജീവമായിരിക്കുന്ന അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ചെവിയിൽ അനാവശ്യ ശബ്ദം കേൾക്കുന്ന ആ സ്തോത്രം ദുരാത്മാവിന്റെ പോരാട്ടം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അടഞ്ഞിരിക്കുന്ന ചെവികൾ തുറക്കട്ടെ. ഗ്ലൂക്കോമ പോലെയുള്ളതായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അതെ കാഴ്ചയിൽ നിന്ന്, കാഴ്ച സിസ്റ്റത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കരൾ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അതേ ഹാർട്ട് ബ്ലോക്കുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. വചനം പറഞ്ഞാട്ടെ. അന്തരീക്ഷം മാറ്. യോശുവയുടെ അധരത്തിൽ നിന്ന് വന്നതുപോലെ സൂര്യ നീ അയനൂരിലും ചന്ദ്ര നീ ഗിബോൻ താഴ്വരയിലും നിൽക്കുക. വചനം പറ. സോളാർ സിസ്റ്റത്തെ യോശുവ പിടിച്ചു നിർത്തിയതുപോലെ അന്തരീക്ഷത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽ വീട്ടിൽ ചെന്ന് വചനം പറഞ്ഞ് തലമുറകളുടെ മേൽ കൈവച്ചു വചനം പറഞ്ഞാട്ടെ. അസ്ഥി താഴ്വരയിലായിരിക്കാം നീ നിൽക്കുന്നത്, വിട്ടുകൊടുക്കല്ലേ. അസ്ഥി താഴ്വരയിലായിരിക്കാം നിൽക്കുന്നത്, വിട്ടുകൊടുക്കല്ലേ. ഓ ഇങ്ങനെ തന്നെ ജീവിതം. നോ, ഇങ്ങനെ അല്ല ജീവിതം. കൈയടിക്കേണ്ടവർ നന്നായി കൈയടിച്ച്. ലൈഫ് മാറുന്നു. ലൈഫ് മാറുന്നു. ജീവിതം മാറുന്നു. വിട്ടുകൊടുക്കല്ലേ, കോംപ്രമൈസ് ചെയ്യല്ലേ. വല്ലവനും ചുമക്കുന്ന വിഴുപ്പ് ഭാരം കൊണ്ട് നീ നാറിപ്പോകല്ലേ. വല്ലവരും ഉരുട്ടിയ കല്ലുകൊണ്ട് നീ കല്ലറയ്ക്കകത്ത് നിന്ന് ദ്രവിക്കല്ലേ. വല്ലവരും കാട്ടിക്കൂട്ടിയതായ കുഴപ്പം കൊണ്ട് നിന്റെ ലൈഫ് താഴേക്ക് പോകല്ലേ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, സാഹചര്യങ്ങളെ മാറ്റുന്ന, അവസ്ഥകളെ മാറ്റുന്ന, വല്ലവനും ചെയ്ത തെറ്റ് നിമിത്തം നീ വിക്ടിമല്ല, നീ വിക്ടറാണ്. In the name of Jesus. വല്ലവരും ഇട്ട കുരുക്ക് കൊണ്ട് നിന്റെ ലൈഫ് കുടുങ്ങുന്നില്ല. In Jesus name. നിനക്കൊരു റിസറക്ഷൻ ഉണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു നന്മയുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. നോട്ടിലില്ലാത്തത് പറയട്ടെ. പ്രവചനാത്മാവിൽ നോട്ടിലില്ലാത്തത് പറയട്ടെ. അവൻ തള്ളി പറയുമായിരിക്കും, അവൻ കാണിച്ചു കൊടുക്കുമായിരിക്കും. വല്ലവനും കെട്ടുമായിരിക്കും, പിടിക്കുമായിരിക്കും. വല്ലവനും അറസ്റ്റ് ചെയ്യുമായിരിക്കും. വല്ലവനും താടിരോമ വലിച്ചു പിടിക്കുമായിരിക്കും. വല്ലവനും സ്തോത്രം ക്രൂശിൽ തറയ്ക്കുമായിരിക്കും. അതൊക്കെ അവന്മാര ജോലി. പക്ഷേ 3-ാം ദിവസമാകുമ്പോ വചനം പറഞ്ഞു, I shall rise again. ജീവിതം തോറ്റതല്ല, ജീവിതം തോൽക്കാനുള്ളതല്ല. ഒരിക്കൽ കൂടെ, ജീവിതം തോറ്റതല്ല. ഓ കമാൺ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രസംഗിക്ക്. ജീവിതം തോറ്റതല്ല, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല, ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല. യേശുവിലുള്ള ജീവിതം, വചനപ്രകാരമുള്ള ജീവിതം, യേശുവിലുള്ള ജീവിതം, വചനപ്രകാരമുള്ള ജീവിതം. ജീവിതം ജയിച്ചതാണ്, ജയിക്കാനുള്ളതാണ്.
ജയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ജീവിതം ജയിച്ചതാണ്, ജയിപ്പാനുള്ളതാണ്. ജീവിതം ജയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. നിന്നെ തല്ലി തകർക്കാൻ, നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ, നിന്നെ ഉടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടപ്പാ ഞാൻ വിക്ടിം. നോ, നീ വിക്ടിമല്ല, നീ വിക്ടിമല്ല. നോവേ, നീ വിക്ടറാണ്, നീ വിക്ടറാണ്, നീ വിക്ടർ. അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് നീ അല്ല പറയേണ്ടത്. നിന്റെ തകർച്ച കണ്ട് ചിരിക്കുന്ന അവരാ പറയേണ്ടത്. സ്തോത്രം. പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ, നീ നിന്നെ കുറിച്ച് കാണേണ്ടത് ഏതോ താഴ്വരകളിൽ നീ തകർന്ന് തൊലഞ്ഞ് ചെതറിക്കിടക്കുന്ന ചിത്രമല്ല. നീ ഇന്ന് പകൽ ഇമാജിൻ ചെയ്യേണ്ടത് എവറസ്റ്റിന്റെ മുകളിൽ നീ നിൽക്കുന്നതാണ്. ഓ, നിങ്ങൾ കേട്ടില്ല? ഇന്ന് പകൽ ആത്മാവിൽ നീ കാണേണ്ടത് എവറസ്റ്റിൽ നീ നിൽക്കുന്നതാണ്. അർത്ഥം നീ ഉയർച്ചയിൽ നിൽക്കുന്നതാണ്. ഓ, വിക്ടർ സ്റ്റാൻഡിൽ നീ നിൽക്കുന്നതാണ്. In Jesus name. അവർ നിന്നോട് പൊരുതും, പക്ഷെ അവർക്ക് നിന്നെ ജയിപ്പാൻ കഴിയത്തില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ, സ്തോത്രം, വചനത്താൽ. നമ്പർ 3, നിന്റെ സാക്ഷ്യത്താൽ, നിന്റെ സാക്ഷ്യമുള്ള ജീവിതത്താൽ. സാക്ഷ്യമുള്ള ജീവിതം എങ്ങനെയുള്ള ജീവിതമല്ല എല്ലാവരും പ്രസംഗിക്കുന്നത്, ഞാനും പ്രസംഗിക്കുന്നു. ഒത്തിരി ഉപദേശിമാരുണ്ട്, ഞാനും ഉപദേശിയാണ്. നോ 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 നോ. സാക്ഷ്യമുള്ള ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം. ഫിലിപ്പിന്റെ കൈസരയിൽ ഇറങ്ങി നിന്ന്, അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിച്ചത്, whom do you say about the son of man? whom do others says? മറ്റുള്ളവരെന്നെ കുറിച്ച്, നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാണ്ട് വലിയവനെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഓ, മനസ്സിലായില്ല? അടുത്ത സെക്ഷൻ ഞാൻ പറയാം. സ്തോത്രം. ഞാൻ ഏതാണ്ട് വലിയ ആളാണെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, സ്തോത്രം, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്ന? സ്തോത്രം. അതെ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്ന? സാക്ഷ്യമുള്ള ജീവിത, സാക്ഷ്യമുള്ള ജീവിത. ഇൻ ജീസസ് നെയിം. സാക്ഷ്യമുള്ള ജീവിത. കാരണം തുറച്ചു നോക്കുന്ന കണ്ണുകളുമായി നിന്നെ നോക്കി കുറ്റം പറവാൻ, കുറ്റം മാത്രം പറവാൻ, കുറുബകൾ മാത്രം പറവാൻ ലൂസിഫറും കുട്ടിച്ചാത്തന്മാരും കാത്തിരിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷിയൻ വചനത്താല് ശത്രുവിനെ ജയിക്കുന്ന. ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ കൂടെ ദാനിയേലിനെ കുറിച്ച് പറയട്ടെ. ദ മോസ്റ്റ് എക്സലന്റ് മാൻ, ഏറ്റവും ഉത്കൃഷ്ട മാനസൻ, ഏറ്റവും മികവുള്ളവൻ, ഏറ്റവും മേന്മയുള്ളവൻ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. സ്തോത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞ്, ഏറ്റവും ഉത്തമൻ. മിത്രങ്ങളല്ല, പകരം അവൻ്റെ ശത്രുക്കൾ എൻക്വയറി കമ്മിറ്റിയായി അവൻ്റെ നേരെ കടന്നു വന്നപ്പോൾ ദാനിയേലിൻ്റെ പ്രവചനം 6-ാം അധ്യായം 11 മുതൽ 13 വരെ വേദപുസ്തകം പറയുന്നു, ദാനിയേലിൽ ഒരു കുറ്റവും കാണുവാൻ കഴിയുന്നില്ല. അവൻ ഓഫീസിൽ ലേറ്റല്ല, അവൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകുന്നില്ല, അവൻ ജോലിയിൽ ഉഴപ്പുന്നില്ല, മറ്റു ഒരു കാര്യത്തിൽ അവന് കുഴപ്പമില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു കുറ്റവും അവനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. അവന് സാക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശത്രു ആക്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നിന്റെ സാക്ഷ്യത്തെ മിണ്ടാതാകണം. എങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് യേശു നല്ലവനെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണം. എങ്ങനെയെങ്കിലും വേദപുസ്തകം എടുക്കാതിരിക്കണം. എങ്ങനെയെങ്കിലും മിനിസ്ട്രിയിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് ഉടച്ചു മാറ്റണം. എങ്ങനെയെങ്കിലും സ്തോത്രം, അതെ, നീ സാക്ഷ്യം പറയാതിരിക്കണം. നിന്റെ സാക്ഷ്യം പറയാതിരിക്കുന്നെങ്കിൽ സ്തോത്രം, നീ ശവപ്പെട്ടിയിൽ, സ്പിരിച്വൽ ശവപ്പെട്ടിയിൽ നീ ഒതുങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരോ പറയുന്നു, നോ, ഞാൻ വോളിയം കൂട്ടാൻ പോവാ. മൂന്ന് പേരെ തൊട്ട് പറ, ഞാൻ വോളിയം കൂട്ടും. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ വോളിയം കൂട്ടും. അർത്ഥം, ഞാൻ സാക്ഷ്യം പറയും, ഞാൻ സാക്ഷ്യം പറയും, ഞാൻ സാക്ഷ്യം പറയും. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം എന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. ഒരിക്കൽ കൂടെ, നിന്റെ സാക്ഷ്യം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ സാക്ഷ്യം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. അത് 10,000-കണക്കിന് മറ്റു സാക്ഷികളെ ഉളവാക്ക്. ഹലോ, 10,000-കണക്കിന് മറ്റുള്ളവരെ അത് സാക്ഷ്യം വളവാൻ ഉളവാക്ക്. നീ സ്പിരിച്വൽ മദറാണ്, നീ സ്പിരിച്വൽ ഫാദറാണ്. 10,000-കണക്കിന് ആത്മാക്കൾക്ക് നീ ജന്മം നൽകുവാൻ വേണ്ടി പോകുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്ക്. ആത്മനിർവൽ ആരാധിച്ചിരുന്നാട്ട് ഇന്ന് പകൽക്കാലം ആ പകർച്ച 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 വേറെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഗ്രാമങ്ങൾ, വേറെ ആര് പറഞ്ഞാലും കേൾക്കാത്ത പട്ടണങ്ങൾ നിന്റെ ശബ്ദത്തിന് മുൻപിൽ തുറക്കുവാൻ പോകുന്നു. നിന്റെ ശബ്ദത്തിന് മുൻപിൽ കീഴടങ്ങുവാൻ പോകുന്നു.
ഏറ്റെടുക്ക, ഏറ്റെടുക്ക, ഏറ്റെടുക്ക. മാന്തോ നൊറോബോ കോബോ ഷാതലരബഹസി ലാന്തനറമഷെദിലിയാസി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് പറഞ്ഞാലും കേൾക്കാത്തത് സ്തോത്രം. കാരണം തിരുവചനം പറയുന്നത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം കർത്താവ് യേശു ക്രിസ്തു സുഖാർ എന്ന് പറയുന്നതായ കിണറിനരികിൽ യേശു ഇരുന്ന് ഒരു വറ്റുന്ന കിണറിനരികിൽ, വറ്റാൻ സാധ്യതയുണ്ടുള്ള ഒരു കിണറിനരികിൽ ഒരിക്കലും വറ്റാത്ത യേശു ഒരു കിണറിന് മുകളിൽ ഇരുന്നു. നോക്ക്, ഒരു കിണറിൻ്റെ മുകളിൽ വേറൊരു കിണർ ഇരിക്കുന്നു, ഒരു ഉറവയുടെ മുകളിൽ വേറൊരു ഉറവ ഇരിക്കുന്നു. എന്താ പക്ഷേ ഇവിടെ വന്ന് നീ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ടിരിക്കുന്നത്? അതേ സുരേഷ, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ്. ഞാൻ വിചാരിച്ചു വല്ല പുരുഷനല്ല, ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീയുമായി എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവൾ റിജക്റ്റ് ചെയ്യപ്പെട്ടവളാണ്. ദേശം മുഴുവൻ അവളെ നോക്കി കുറ്റം പറയുകയാണ്, ദേശം നോക്കി അവളെ നോക്കി കുറ്റം പറയുകയാണ്. പക്ഷെ കുറ്റം പറയുന്ന ഗ്രാമത്തെ ഞാൻ സൈലന്റ് ആക്കാൻ receive. നിന്നെ നോക്കി കുറ്റം പറഞ്ഞ പഞ്ചായത്തിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിന്നെ നോക്കി കുറ്റം പറഞ്ഞതായി പട്ടണത്തിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിന്നെ നോക്കി കുറ്റം പറഞ്ഞതായ സമൂഹത്തിന് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ പറഞ്ഞാലേ അവിടെ വല്ലതും ഇനി നടക്കത്തുള്ളൂ. നീ പറഞ്ഞാലേ ഇനി ആ ദേശത്ത് എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. എന്താ കർത്താവേ അവിടെ പുരുഷന്മാരെല്ലാം കൂട്ടാത്മഹത്യ ചെയ്തോ? പുരുഷന്മാരവിടെ ഇല്ലയോ? ഇല്ല സുരേഷ്, ഞാൻ സർവജ്ഞാനിയാണെന്ന് നിനക്ക് പണ്ടേ അറിയാലോ. ഇവിടെ പുരുഷൻ പറഞ്ഞാൽ കേൾക്കാത്തത്, ഇവിടെ സ്ത്രീ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഓ, ആരോടാ ഞാൻ പറഞ്ഞത്? തിരുവനന്തപുരം കേൾക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്ത്രീകളെ ചവിട്ടി തേച്ച് കരയിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു വല്ലാത്ത സമൂഹത്തിൻ്റെ നടുവിൽ നമ്മളായിരിക്കുന്നെങ്കിൽ സഹോദരന്മാർ ഇന്ന് പകൽ കേട്ട് ബലപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ വീണിരിക്കുന്ന നിന്നയുടെ കെട്ടിനെ കർത്താവ് അഴിച്ചു കളഞ്ഞ് മാന്യതയുടെ അഭിഷേകത്തിന്റെ പുതപ്പിനെ ഈ തലമുറയിൽ നിന്റെ മേൽ ചുറ്റി. ഓ ദൈവം നിന്റെ അഭിഷേകത്താൽ മാനിക്കുവാൻ പോകുന്നു. ഏറ്റെടുക്ക. സാക്ഷ്യം. അവൾ ചെന്ന് തൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശമരിയ പട്ടണത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ മെസ്സിഹായുടെ അടുക്കൽ വന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് യുവാസത്തിൻ്റെ 7-ാമത്തെ ദിവസം കർത്താവ് പറയുന്നു, നിന്നകളെ കർത്താവ് ഉരുട്ടി മാറ്റി അഭിഷേകം തന്ന ദൈവം നിന്നെ മാനിച്ച് നിന്റെ ഒറ്റ സാക്ഷ്യം കൊണ്ട് ഉടഞ്ഞു പോകാത്ത വിശ്വാസമായി പിടിച്ചു നിൽക്കുന്ന നിന്റെ ഒറ്റ സാക്ഷ്യം കൊണ്ട് 1000 സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം നിന്നിൽ കൊണ്ട് മാത്രം തീർന്നു പോകത്തില്ല. നിന്റെ സാക്ഷ്യം പിതാവേ, മാതാവേ, സഹോദരനെ, സഹോദരിയെ, സ്തോത്രം. നിന്റെ സാക്ഷ്യം നിന്റെ കാലഘട്ടത്തിൽ നിന്നിൽ മാത്രം ഒതുങ്ങിപ്പോകത്തില്ല. നിന്റെ സാക്ഷ്യം തലമുറകളെ ഇമ്പാക്ട് ചെയ്യുവാൻ പോകുകയാണ്. നിന്റെ സാക്ഷ്യം തലമുറകളെ ഇമ്പാക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നിന്റെ സാക്ഷ്യം തലമുറകളെ ഇമ്പാക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി Come on. Hallelujah. 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 ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകം ഉണ്ടല്ലോ, ഇത് ഈ കാലഘട്ടത്തിൻ്റെതല്ല. ഞാനിങ്ങനെ പറയും, ചീരയാണോ 6 മാസം നിൽക്കും, വാഴയാണോ 1 വർഷം നിൽക്കും. എന്നാൽ ഇത് ചീരയല്ല, ഇത് വാഴയല്ല, ഇത് മുന്തിരിത്തോട്ടമാണ്. തലമുറയായി, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, തലമുറയായി. ഈ ഏപ്രിൽ മാസത്തിൽ, ഈ നാളുകളിൽ, ഈ മാസങ്ങളിൽ കർത്താവ് പറയുന്നു, ചില പ്രത്യേക സ്പോട്ടുകൾ നിന്റെ ലൈഫിൽ ഞാൻ ഇതാ ക്രമീകരിച്ചിരിക്കുന്നു. ചില പ്രത്യേക ജോഗ്രഫിക്കൽ മെമ്മോറിയൽ പ്ലേസസ് ഉള്ളതുപോലെ, ജോഗ്രഫിക്കലി ചില പട്ടണങ്ങളിൽ ചില മോണിമെന്റ്സ് ഉള്ളതുപോലെ, ചില പട്ടണങ്ങളിൽ ചില മെമ്മോറിയൽസ് ഉള്ളതുപോലെ കർത്താവ് പറയുന്നു, ഇതിന്റെ സ്പിരിച്വൽ ഫീൽഡിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക ലാൻഡ്മാർക്കുകൾ ഞാൻ ക്രമീകരിക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ ഈ ഏപ്രിൽ കഴിഞ്ഞാൽ 2024 കഴിഞ്ഞാൽ അതെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്തെന്ന് അങ്ങോട്ട് നോക്ക്. ഓ ലുക്ക് വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. ഓ ലുക്ക് വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. 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 Look what the Lord has done. Oh, look what the Lord has done. ഇത് വേറെ സംസ്ഥാനമായിരുന്നു. ഈ അപ്പ ഈ ജനം ഏറ്റെടുത്ത് അവരവരെ ഭാഷയെ പാടിയെന്ന് ചോദിച്ചാൽ മതി. Look what the Lord has done. Oh, 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 look what the Lord has done. പ്രവചിച്ചു പാടിക്കേ. Look what the Lord has done. Oh, look what the Lord has done. Oh, look what the Lord has done. കരങ്ങളടിച്ച്. Look what the Lord has done. Oh, look what the Lord has done. Oh, look what the Lord has done. ദൈവം എന്ത് ചെയ്തു എന്ന് വിരൽ ചൂണ്ടി കാണിപ്പാൻ, ദൈവം എന്ത് ചെയ്തു എന്ന് വിരൽ ചൂണ്ടി കാണിപ്പാൻ ചിലത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിവുള്ള കരവിരുതായി നിന്റെ ലൈഫിൽ ദൈവം വെളിപ്പെടുത്തുന്നു. അങ്ങനെ ബൈബിളിലുള്ള ബൈബിളിലുള്ള പറയത്തുള്ളൂ കുട്ടി. ഓരോ സെന്റൻസും ഓരോ റെഫറൻസ് ആയിരിക്കണം. യോശുവ 4 വേദപുസ്തകം പറയുന്നു, ആ നദിക്കരയിൽ 1, 2 2 വലിപ്പമുള്ള 12 കല്ല് നീണ്ടു കിടക്കുന്നത്. 12 കല്ല് ആ നദിയുടെ അടിയിലുള്ള ആ നദിയുടെ അടിയിൽ നിന്ന് 12 കല്ല് യോശുവ പറഞ്ഞു വലിച്ചെടുത്ത് കരയിലേക്ക് ഇട്. നദിയിൽ ഇറങ്ങുന്നെങ്കിൽ ഒരു കല്ല് പൊങ്ങി വരും. നദിയിൽ ഇറങ്ങുന്നെങ്കിൽ കല്ലുണ്ടാകും. സ്തോത്രം. പരിശുദ്ധാത്മാവൻ നദിയിൽ ജീവിക്കുന്ന എല്ലാറ്റിനും വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുവാൻ സാക്ഷ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്. ഈ കല്ല് എവിടെന്നാ കിട്ടിയേ? ഈ കല്ല് എന്തിനെയാ കുറിക്കുന്നത്? അടുത്ത തലമുറ നിങ്ങളോട് ചോദിക്കുക, ദൈവം ഉണ്ടത് എന്താ തെളിവ്? എൻ്റെ പ്രൊഫസർ പറഞ്ഞ്, എൻ്റെ കോളേജ് പറഞ്ഞ്, എൻ്റെ സോഷ്യലിസ്റ്റ് ടീച്ചർ പറഞ്ഞ്, എല്ലാ കമ്മ്യൂണിസ്റ്റ് ആരൻ എന്നോട് പറഞ്ഞു ദൈവം ഇല്ല, അതെല്ലാം ഊഹാഭോഗമെന്ന്. എൻ്റെ വീട്ടിൽ ആ തുരുമ്പ് പിടിച്ച അവൻ്റെ സോഷ്യലിസവുമായി വന്നപ്പോൾ അപ്പനും അമ്മയും അതെ വിരൽ ചൂണ്ടി പറഞ്ഞു, Look what the Lord has done. നിന്റെ മന്ദബുദ്ധി പ്രൊഫസർ പറയുന്ന പോലെയല്ല. Look what the Lord has. നിന്റെ വീട്ടിൽ മന്ദബുദ്ധികളില്ല, നിന്റെ വീട്ടിൽ അവിശ്വാസികളില്ല, നിന്റെ വീട്ടിൽ വേദപുസ്തകം ചോദ്യം ചെയ്യുന്നവരില്ല, നിന്റെ വീട്ടിൽ വചനം പറയുന്നവരാണുള്ളത്, സുവിശേഷകരാണുള്ളത്, വിശ്വാസികളാണുള്ളത്. Look what the Lord has done. 12 കല്ലുകൾ വിരൽ ചൂണ്ടി അവർ പ്രകാരം പറഞ്ഞു. നോക്കിയേ, സ്തോത്രം. ദൈവം ഞങ്ങൾക്കായി ചെയ്തതാണ്. സ്തോത്രം. ഞങ്ങൾ വെള്ളത്തിൽ തുടങ്ങിയ യാത്ര മറ്റൊരു വെള്ളത്തിൽ തീർന്നു, വാഗ്ദത്തത്തിലെത്തി. ആരോട് പറയാൻ? ഞങ്ങൾ വെള്ളത്തിൽ തുടങ്ങിയ യാത്ര മറ്റൊരു വെള്ളത്തിൽ തീർന്നു. ഓ കമോൺ. ഞങ്ങൾ വെള്ളത്തിൽ തുടങ്ങിയ യാത്ര, അതിന് കടൽ എന്നാ പേര് പറയുന്നത്. കടലിലാണ് തുടങ്ങിയത്, നദിയിൽ തീർന്നു. ഓഹോ ഓഹോ. അപ്പോഴാണ് ആർക്കാണ്ട് പിടികിട്ടിയത്. പണ്ട് ഒരു വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോഴും വീണ്ടും ഒരു വെള്ളം വന്നപ്പോ ഇപ്പൊ മനസ്സിലാക്കണം, അടുത്ത സ്റ്റെപ്പ് എന്റെ വാഗ്ദത്തത്തിലേക്കാണ്. രണ്ട് വെള്ളങ്ങൾ, രണ്ട് ഹൈ വാട്ടറുകൾ നിനക്കും നിന്റെ വാഗ്ദത്തത്തിനെതിരെ തല ഉയർത്തി ഉണ്ടായിരിക്കുക. ഓ, രണ്ട് ഹൈ വാട്ടറുകൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉണ്ടായിരിക്കും. ഒന്ന് തിരമാലകൾ നിറയപ്പെട്ടതായ ഒരു സമുദ്രം, ഒന്ന് നിന്നെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിട്ട് നിന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുക്കിക്കളയുമെന്ന് പറയുന്ന യോർദാൻ. എന്നാൽ ദൈവം പറഞ്ഞു, പിന്നിലേക്ക് തള്ളുന്നതാണെങ്കിലും നിലനിൽപ്പിൽ നിന്ന് ഒഴുക്കുന്നതാണെങ്കിലും ഞാൻ നിന്നെ നിർത്തും. നീ നിൽക്കുകയല്ല, ഞാൻ നിന്നെ നിർത്തും.